ഹലോ എവരി വൺ, ഏവർക്കും വിൻസ്പയറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് HSA ഇംഗ്ലീഷിലെ PYQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകം തന്നെ നമ്മൾ HSA ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് PYQs ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈക്കോളജി, HSAയിലെ സൈക്കോളജി, ജനറൽ പേപ്പർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയതും പഴയതുമായ കുറച്ച് PYQs നമ്മൾ ഇതിനകം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. സോ ഇന്ന് നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആണ് തീരുമാനിച്ചിട്ടുള്ളത്. സോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഒരുപാട് വലിച്ചു നീട്ടാതെ ഞാൻ പരമാവധി കാര്യങ്ങൾ പറഞ്ഞു പോകാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 61 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഉള്ള ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, what is the movement that Claude-Lévi-Strauss is closely associated with? അപ്പോൾ ക്ലൗഡെ-ലെവി-സ്ട്രോസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ സ്ട്രക്ചറലിസം. ഇത് ലിറ്റററി മൂവ്മെൻറ്റ്സ് നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട് അല്ലേ. അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്ട്രക്ചറലിസമായിട്ട് ബന്ധപ്പെട്ട സോഷ്യയെയും നമ്മൾക്ക് അറിയാം അല്ലേ. ദെൻ അടുത്ത രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, what are the shortcomings of the feminist critic found by Elaine Showalter? Elaine Showalterൻ്റെ towards a feminist critic, feminist poetics നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. സോ അവരുടെ അഭിപ്രായത്തിൽ ഫെമിനിസ്റ്റ് ക്രിറ്റിക്കും ഉണ്ട്, അതേപോലെ ഗൈനോ ക്രിറ്റിസിസവും ഉണ്ട് അല്ലേ. ഫെമിനിസ്റ്റ് ക്രിറ്റിക്കും ഉണ്ട്, ഗൈനോ ക്രിറ്റിസിസവും ഉണ്ട്. ഫെമിനിസ്റ്റ് ക്രിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വുമൻ ആസ് എ റീഡർ എന്നാണ് അല്ലേ. വുമൻ ആസ് എ റീഡർ. ഗൈനോ ക്രിറ്റിക്സ് ആണ് വിമൻ ആസ് എ റൈറ്റർ എന്ന് പറയുന്നത്. സോ ഫെമിനിസ്റ്റ് ക്രിറ്റിക്കിൽ വരുന്ന പ്രശ്നം, പുരുഷന്മാർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് അതിനെ വിലയിരുത്തുന്ന ഒരു വായനക്കാരിയാണ്. സോ ഇറ്റ് ഈസ് എ മെയിൽ ഓറിയൻറ്റഡ് ആൻഡ് നാച്ചുറലൈസസ് വിമൻസ് വിക്ടിമൈസേഷൻ. അപ്പോൾ പുരുഷന്മാർ എഴുതുന്ന സമയത്ത് പുരുഷന്മാരുടെ വേർഷനിലായിരിക്കും അവിടെ എഴുത്തുണ്ടാവുക. മാത്രമല്ല സ്ത്രീകൾക്ക് നേരെ ഉള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമായിട്ടായിരിക്കും അവിടെ ചിത്രീകരിക്കുന്നത് എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ ഗൈനോ ക്രിറ്റിസിസം ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത് എലൈൻ ഷോവാൾട്ടർ ആണ്. മാത്രമല്ല ഗൈനോ ക്രിറ്റിക്സ് അല്ലെങ്കിൽ ഗൈനോ ക്രിറ്റിസിസം എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷോവാൾട്ടർ ആണ്. അത് നമുക്ക് പഠിക്കാനുള്ള ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ലെക്ചറിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് റെഡി ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ദെൻ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ടു ഒബ്ജെക്ഷൻസ് that might be raised to the position that bond between the signifier and the signified is arbitrary? ഇത് സോഷ്യയുടെ എസ്സേയിൽ നിന്നുള്ളതാണ്. നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് സൈൻ എന്ന് പറയുന്ന എസ്സേയിൽ നിന്നുള്ളതാണ്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട് സൈനും അല്ലെങ്കിൽ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ക്യാറ്റ് എന്ന് എഴുതുന്നു. ഈ ക്യാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സൗണ്ടാണ് അല്ലെ, ലെറ്റേഴ്സ് അല്ല. ഈ ഒരു സൗണ്ട് അത് സിഗ്നിഫയർ ആണ്. ഈ സൗണ്ട് അറിയിക്കുന്ന കോൺസെപ്റ്റ്, പൂച്ച എന്ന് പറയുന്ന ആനിമലിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. ആ ഒരു കോൺസെപ്റ്റാണ് സിഗ്നിഫൈഡ്. ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിൽ കണക്ട് ചെയ്യുന്നത് അത് റാൻഡം ആയിട്ടാണ്. അത് തമ്മിൽ എന്തില്ല, ഇന്നർ കണക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആർബിട്രറി എന്ന് പറയുന്നത് ഒരു റാൻഡം കണക്ഷനാണ്. ക്യാറ്റ് എന്ന് പറയുന്ന ടേമും പൂച്ച എന്ന് പറയുന്ന മൃഗവും തമ്മിൽ എന്തെങ്കിലും ഇന്നർ കണക്ഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഇന്നർ കണക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ ഭാഷയിലും പൂച്ചയെ ക്യാറ്റ് എന്ന് തന്നെ പറയണമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. സോ ഇതിന് രണ്ട് വിരുദ്ധമായിട്ടുള്ള രണ്ട് വേർഡ്സ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ ചില വാക്കുകൾ ഇതിനെതിരാണ്, അഥവാ ആർബിട്രറി അല്ല. ഏത് ലാംഗ്വേജ് എടുത്ത് നോക്കിയാലും സെയിം വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അദ്ദേഹം പറയുന്നത് ഓണമറ്റോപ്പിയയും ഇൻ്റർജെക്ഷൻസും അവയുടെ കോൺസെപ്റ്റും സൗണ്ടും തമ്മിലുള്ള ബന്ധം ആർബിട്രറി അല്ല, അതിലൊരു ഇന്നർ കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓണമറ്റോപ്പിയ അറിയാമല്ലേ. ഇപ്പോൾ ഒരു തേനീച്ചയുടെ സൗണ്ട് ബസ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അതൊരു ഏത് ലാംഗ്വേജിലും നമുക്ക് അങ്ങനെ പറയാം, കാരണം ബസ് അതൊരു ഇന്നർ കണക്ഷൻ ഉണ്ട് അല്ലേ, ഇന്നർ കണക്ഷൻ ഉണ്ട്. അതേപോലെ ഇൻ്റർജെക്ഷൻസ്, നമുക്ക് ഒരു സ്ട്രോങ് ഇമോഷൻസ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഇൻ്റർജെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓ, അല്ലാസ്,
ഈ ടേംസ് ഒക്കെ നമുക്ക് എല്ലാ ലാംഗ്വേജിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കൺവേ ചെയ്യുന്ന മീനിങ്ങും സെയിം ആണ്. അപ്പോൾ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള കണക്ഷൻ ആർബിട്രറി ആണ് എന്ന് പറയുമെങ്കിലും രണ്ട് ടൈപ്സ് ഓഫ് വേർഡ്സ് ഇതിന് പുറത്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഓണമോട്ടോപ്പിയയും ഇൻ്റർജെക്ഷൻസ് ആണ്, ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ടി.എസ്. എലിയറ്റ്, വെൻ ഷുഡ് ട്രഡീഷൻ ബി പോസിറ്റീവ്ലി ഡിസ്കറേജ്ഡ്? ട്രഡീഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയായിട്ടാണ് ടി.എസ്. എലിയറ്റ് പറയുന്നത്. എന്നാൽ ട്രഡീഷനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു സമയമുണ്ട്. അതെപ്പോഴാണ്? ഇഫ് ട്രഡീഷൻ ഇസ് ദ ബ്ലൈൻഡ് അഡ്ഹറൻസ് ടു ദ സക്സസ്ഫുൾ മോഡൽസ് ഓഫ് പ്രീവിയസ് ജനറേഷൻസ്. അപ്പോൾ കഴിഞ്ഞ തലമുറയിൽ ഒരു പ്രത്യേക കൃതികൾക്ക് സക്സസ് ഉണ്ടായി. അപ്പോൾ സക്സസ് ഉണ്ടായത് കൊണ്ട് മാത്രം അതിനെ അന്ധമായി അനുകരിക്കുന്നു. അത് ശരിയല്ല അല്ല. ഇപ്പോൾ നമുക്ക് സിനിമകളിൽ കാണുന്നതാണ്, വിജയിച്ച സിനിമയുടെ അതേ പാറ്റേണിൽ പുതിയ പുതിയ സിനിമകൾ വരുന്നു. അത് ശരിയായിട്ടുള്ള രീതിയല്ല. സക്സസ് ആയി എന്ന് കരുതി അതിനെ അന്ധമായി അനുകരിക്കുന്നത് ശരിയല്ല. അത്തരം ട്രഡീഷനെ അഡ്ഹെയർ ചെയ്യുന്നത് ഡിസ്കറേജ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. ദെൻ അടുത്ത ചോദ്യം. സോ ഇതുവരെയുള്ള ചോദ്യങ്ങൾ ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് റീഡബിൾ ആയിരുന്നില്ല അല്ലേ? ഇനിയുള്ളത് കറക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാം. ദെൻ അടുത്തത് 5ാമത്തെ ചോദ്യം. നമുക്കുള്ള 5ാമത്തെ ചോദ്യം. മാത്യു അർണോൾഡ് ഫീൽസ് ദാറ്റ് വി മസ്റ്റ് സെറ്റ് ദ സ്റ്റാൻഡേർഡ് ഓഫ് പോയട്രി ഹൈ ബിക്കോസ്. അപ്പം മാത്യു അർണോൾഡിൻ്റെ സ്റ്റഡി ഓഫ് പോയട്രി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ പോയട്രിക്ക് ഹൈ സ്റ്റാൻഡേർഡ് നൽകണം. അതിനുള്ള കാരണം പോയട്രി ഹാസ് ഹൈ ഡെസ്റ്റിനീസ്. പോയട്രിക്ക് എന്തുണ്ട്? വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഏതൊരു എഡ്യൂക്കേഷണൽ ബ്രാഞ്ചിനേക്കാളും ഹൈ ആയിട്ടുള്ള ലക്ഷ്യം നമ്മുടെ പോയട്രിക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ 6ാമത്തെ ചോദ്യം. വൈ ഡസ് S.T. Coleridge feel that his poems in the lyrical ballads appeared rather than interpolation of heterogeneous matter? സോ അദ്ദേഹത്തിന് ലിറിക്കൽ ബാലൻസിൽ തൻ്റെ കവിത അത് ഒരു കൃത്യമായിട്ടുള്ള അനുവാദത്തിലല്ല കൂട്ടിച്ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഒരു പരിഗണന നൽകിയില്ല എന്ന് തോന്നാനുള്ള കാരണം ഓപ്ഷൻ സി, നമ്പർ ഓഫ് വേർഡ്സ്വർത്ത് പോംസ് വാസ് മച്ച് ലാർജർ. വേർഡ്സ്വർത്തിൻ്റെ കവിതകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു, തൻ്റെ കവിതകളുടെ എണ്ണത്തിൽ കുറവായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ബയോഗ്രഫിയ ലിറ്റററിയ ചാപ്റ്റർ 14 നിന്നുള്ള ചോദ്യമാണ്. ദെൻ 67ാമത്തെ ചോദ്യം. വാട്ട് പ്രിവെൻറ്റഡ് വില്യം വേർഡ്സ്വർത്ത് ഫ്രം റൈറ്റിംഗ് എ പ്രിഫേസ് ടു ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ്? ലിറിക്കൽ ബാലഡ് ആദ്യത്തെ എഡിഷനില്ല, അഥവാ 1000. then അടുത്തത് നമ്മുടെ 7ാമത്തെ ചോദ്യം. വാട്ട് പ്രിവെൻറ്റഡ് വില്യം വേർഡ്സ്വർത്ത് ഫ്രം റൈറ്റിംഗ് എ പ്രിഫേസ് ടു ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ്? ലിറിക്കൽ ബാലഡിൻ്റെ ആദ്യത്തെ എഡിഷൻ 1798 അതിന് പ്രിഫേസ് കൊടുത്തില്ല. രണ്ടാമത്തെ എഡിഷൻ 1800 എഴുതിയപ്പോഴാണ് പ്രിഫേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തതിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രിഫേസ് കൊടുക്കാത്തത്? റീഡർ വുഡ് ലുക്ക് കോൾഡ്ലി അപ്പോൺ ഹിസ് ആർഗ്യുമെന്റ്സ് ആൻഡ് ഷോർട്ടേജ് ഓഫ് സ്പേസ്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, സ്പേസ് കുറവായിരുന്നു. 2, അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റ് ആളുകൾ എന്ത് ചെയ്യട്ടെ, വളരെ കോൾഡ് ആയിട്ട് എടുക്കട്ടെ. ആദ്യം തന്നെ തൻ്റെ കവിതകൾ ആളുകളിലേക്ക് വായിക്കണമെന്ന ഒരു അഭ്യർത്ഥന നേരിട്ട് കൊടുക്കാതെ ആളുകൾ ആദ്യം ഒന്ന് വായിക്കട്ടെ, അതിനുശേഷം തൻ്റെ കാര്യങ്ങൾ പറയാം എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം ആദ്യത്തെ എഡിഷനിൽ ഒഴിവാക്കിയത്, പ്രിഫേസ് ഒഴിവാക്കിയിട്ടുള്ളത്. ദെൻ 8ാമത്തെ ചോദ്യം. ആസ് സജസ്റ്റഡ് ബൈ അരിസ്റ്റോട്ടിൽ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ആർ എപ്പിക് ആൻഡ് ട്രാജഡി സിമിലർ? പോയറ്റിക്സ്, അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് എപ്പിക്കും ട്രാജഡിയും തമ്മിൽ ചില സാമ്യതകളുണ്ട്. ഏത് കാര്യത്തിലാണ് സാമ്യതകളുള്ളത്? ദേ ഇമിറ്റേറ്റ് സീരിയസ് സബ്ജക്ട്സ് ഇൻ എ ഗ്രാൻഡ് കൈൻഡ് ഓഫ് വേർഡ്സ്. അല്ലെ, രണ്ടും ഡീൽ ചെയ്യുന്നത് സീരിയസ് സബ്ജക്റ്റാണ്. ട്രാജഡിയിൽ ഡീൽ ചെയ്യുന്നത് സീരിയസ് സബ്ജക്റ്റാണ്, കോമഡിയിലാണ് മീനിയർ ആയിട്ടുള്ള ചെറിയ സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാജഡി ആകട്ടെ എപ്പിക് ആകട്ടെ സീരിയസ് സബ്ജക്റ്റ്, രണ്ടും വേർഡ്സ് ഫോമിൽ, പണ്ട് കാലങ്ങളിലെല്ലാം വേർഡ്സ് ഫോമിലായിരുന്നു അല്ലേ, വേർഡ്സ് ഫോമിൽ സീരിയസ് സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തത് ഇന്ത്യൻ എസ്തറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട രസയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. എങ്ങനെയാണ് രസ ഉണ്ടാകുന്നത്? രസ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ത്രൂ എ ബ്ലെൻഡിങ് ഓഫ് വിഭാവ, അനുഭവ, വ്യഭിചാരി ഭാവ. വിഭാവയും അനുഭവവും വ്യഭിചാരി ഭാവയും ചേർന്നാണ് എന്തുണ്ടാകുന്നത്? രസം ഉണ്ടാകുന്നത്. കൃത്യമായിട്ടും പഠിക്കണം. അത് ഭരതമുനി പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമാണ്.
ദെൻ 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ 10ാമത്തെ ചോദ്യം, നെയിം ദ ഇന്ത്യൻ എസ്തെറ്റിക് തിയറി ദാറ്റ് ഫോക്കസ് ഓൺ ഇവോക്കേഷൻ ഓഫ് പവർ ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ ശക്തിയെ ഇവോക്കേറ്റ് ചെയ്യുന്ന തിയറിക്ക് പറയുന്ന പേര്. നമ്മുടെ സിലബസ് പഠിച്ചാൽ തന്നെ അത് കിട്ടും. ധ്വനിയാണ് അല്ലേ, ധ്വനി ആണ്. ഓക്കെ അല്ലേ. ദെൻ 11ാമത്തെ ചോദ്യം, 11ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ 11 കേട്ടോ, നമ്മുടെ 11ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിറൈവേഷണൽ മോർഫീംസ്. അടുത്തത് ഫോണറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട, ലിംഗ്വിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഡിറൈവേഷണൽ മോർഫീമിന് ഉദാഹരണം. ഡിറൈവേഷണൽ മോർഫീം എന്ന് പറഞ്ഞാൽ അവിടെ പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് കൂടി ചേർക്കുന്ന സമയത്ത് അതിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നും സംഗതി മാറിപ്പോകുന്നു. അതാണ് ഡിറൈവേഷണൽ മോർഫീം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം കൈൻഡ്നെസ് ആണ് അല്ലെ, കൈൻഡ്നെസ് അല്ലെ. കൈൻഡിൽ NESS ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഓക്കെ അല്ലേ. ദെൻ 12ാമത്തെ ചോദ്യം, നമ്മുടെ 12ാമത്തെ ചോദ്യമാണ്. അതും ലിംഗ്വിസ്റ്റിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഫേഴ്സ് ടു ദ വേരിയേഷൻസ് ഓഫ് ഫോണീം ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. ഫോണീമിൽ വരുന്ന വ്യത്യാസം അഥവാ ഫോണീമിൻ്റെ വേരിയേഷൻസിനെ എന്ത് പറയുന്നു? ഫോണീമിൻ്റെ വേരിയേഷൻസിനെ നമ്മൾ പറയുന്നത് അലോഫോൺ എന്നാണ് അല്ലേ, അലോഫോൺ എന്നാണ്. അപ്പോൾ ഇപ്പോൾ ടിപ്പ് എന്ന് വായിക്കുന്ന സമയത്ത് പിൻ്റെ ഉച്ചാരണമല്ല, നമ്മൾ ഫോൺ എന്ന് പറയുമ്പോൾ അല്ലേ, ഫോൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ അലോഫോൺ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ വരുന്നു. അതിന് പറയുന്ന നമ്മൾ പേര് ഫോണീം കേട്ടോ. ഫോണീം ഏറ്റവും സ്മോളസ്റ്റ് സൗണ്ട് യൂണിറ്റിനെയാണ് നമ്മൾ ഫോണീം എന്ന് പറയുന്നത്. ഫോണീം പല സാഹചര്യങ്ങളിലും പല രീതിയിൽ വരുന്നുണ്ട്. ആ ഒരു വകഭേദത്തെ നമ്മൾ അലോഫോൺ. അപ്പോൾ പ് എന്നതിൻ്റെ അലോഫോണാണ് ടിപ്പിലെ പൂവും ഫോണിലെ ഫുവും. ഓക്കെ അല്ലേ. ദെൻ 73 അഥവാ നമ്മുടെ 13ാമത്തെ ചോദ്യം, നമ്മുടെ 13ാമത്തെ ചോദ്യം, വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ മൾട്ടിപ്പിൾ മീനിങ്സ് ദാറ്റ് എ വേർഡ് മേ ഹാവ്. ഒരു പദത്തിന് തന്നെ ഒന്നിലധികം അർത്ഥമുണ്ട് എങ്കിൽ അതിന് നമ്മൾ പറയുന്നത് പോളിസമി എന്നാണ് കേട്ടോ, പോളിസമി എന്നാണ്. ഇപ്പോൾ ഒരു വേർഡിന് തന്നെ ഒന്നിലധികം അർത്ഥമുണ്ട്. ഇത് കഴിഞ്ഞ HSIക്കും ചോദിച്ചതാണ്. കഴിഞ്ഞ HSIക്ക് ചിപ്പായിരുന്നു അല്ലേ, ചിപ്സ്. ചിപ്സിന് എന്തർത്ഥമുണ്ട്? സ്നാക്സ് എന്ന അർത്ഥത്തിലുള്ളൊരു ചിപ്സ് ഉണ്ട് അല്ലേ. അതേപോലെ ഇലക്ട്രിക് ചിപ്സ് ഉണ്ട് അല്ലേ, ഇലക്ട്രിക് ഡിവൈസിലുള്ള ചിപ്സ് ഉണ്ട്. അപ്പോൾ അതൊരു പോളിസമിയാണ്. സിനോണിമ് പര്യായ പദമാണ് അല്ലേ, പര്യായ പദം. ഹോമോണമി എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോണമി അഥവാ വ്യത്യസ്ത, ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്. ഡിഫറെൻറ്റ് വേർഡ്സ് അല്ല, ഒരേപോലെ ഇരിക്കും, ഉച്ചാരണം ഒരേപോലെ ഇരിക്കും, പക്ഷെ മീനിങ് ഡിഫറെൻ്റ് ആണ്. വേർഡ്സ് ഉച്ചാരണം ഏകദേശം സെയിം ആയിരിക്കും. ഇപ്പം ബാറ്റ് ചിലപ്പോൾ വേർഡും സ്പെല്ലിങ്ങും എല്ലാം സെയിം ആയിരിക്കും അല്ലേ. ബാറ്റ്, ഇത് ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ്. ഇത് വവ്വാൽ എന്ന അർത്ഥത്തിലുള്ള ബാറ്റ്. അല്ല, രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും, പക്ഷെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹോമോണമി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ദെൻ 14ാമത്തെ ചോദ്യം, നമ്മുടെ 14ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. Which of the following refers to speech sounds produced with the complete or partial closure of the vocal tract, causing friction or turbulence? ഒരു ഫ്രിക്ഷൻ കാരണമായിട്ട് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാർഷ്യൽ ക്ലോസറോടുകൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത്തരം സൗണ്ടിന് നമ്മൾ പറയുന്ന പേര്. ഇവിടെ ഫ്രിക്ഷനോട് കൂടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ കാരണമായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രിക്കേറ്റീവ്സ് ആണ് അല്ലേ, ഫ്രിക്കേറ്റീവ്സ് ആണ് എന്ന് ഓർക്കുക. ദെൻ 15ാമത്തെ ചോദ്യം, 15ാമത്തെ ചോദ്യം, which of the following refers to the overall pattern of stressed and unstressed syllable in a language? ഒരു ലാംഗ്വേജിലെ സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ് പാറ്റേൺ പറയാൻ നമ്മൾ സൂചിപ്പിക്കുന്ന ടേം ഏതാണെന്ന് ചോദിച്ചാൽ റിതം അല്ലേ, റിതമാണ് കേട്ടോ, റിതമാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ 76ാമത്തെ ചോദ്യം, നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നുള്ള ചോദ്യമാണ്. 76ാമത്തെ ചോദ്യം, ടു വിച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ഡസ് ദ ലാംഗ്വേജ് പേർഷ്യൻ ബിലോങ്? ചില ആളുകൾക്കുള്ള സംശയമാണ്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ഫാമിലിയെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, അവിടെ പേർഷ്യനിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പേർഷ്യൻ ഏത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൽ വരുന്നുണ്ട്? പേരിൽ തന്നെ വരുന്നുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമായി ഇൻഡോ ഇറാനിയൻ ഗ്രൂപ്പിലാണ്, ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിലുള്ള ഇൻഡോ ഇറാനിയൻ ഗ്രൂപ്പിലാണ് പേർഷ്യൻ ലാംഗ്വേജ് വരുന്നത്. ദെൻ അടുത്തത് നമ്മുടെ 17ാമത്തെ ചോദ്യം, 17ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച്
language contributed loanwords to English related philosophy, art, cuisine, such as Bon Appetit, Cul de Sac. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ലോൺ പ്രൊനൗൺസിയേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ പറയപ്പെട്ട പദങ്ങൾ ഏത് ലാംഗ്വേജിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഫ്രഞ്ചിൽ നിന്നും ഇംഗ്ലീഷിൽ ഒരുപാട് പദങ്ങളും കടമെടുത്തിട്ടുണ്ട്. സോ ഫ്രഞ്ചിൽ നിന്നാണ് ഫിലോസഫിയും ആർട്ടും കുസൈനുമായിട്ട് ബന്ധപ്പെട്ട ബോൺ അപ്പൈറ്റ്, കൾ ഡി സാക് പോലുള്ള പദങ്ങൾ കടമെടുത്തിട്ടുള്ളത്. ദെൻ 78ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 78ാമത്തെ ചോദ്യം, which of the following terms refer to the phenomenon in American English where the pronunciation of the R sound is maintained in all context? നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. നമ്മൾ പലപ്പോഴും ആറ് സൈലൻ്റ് ആക്കിയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ അമേരിക്കൻസ് അങ്ങനെയല്ല. ആറ് അവരെല്ലാ സാഹചര്യത്തിലും എന്ത് ചെയ്യുന്നു? അവർ വെളിവാക്കി തന്നെ ഉച്ചരിക്കുന്നു. അപ്പോൾ ആറ് അവർ പ്രൊനൗൺസ് ചെയ്യുന്നു. അതിനെ നമ്മൾ പറയുന്ന പേര് റൊട്ടോസിറ്റി എന്നാണ് കേട്ടോ. റൊട്ടോസിറ്റി എന്നാണ് കേട്ടോ. അമേരിക്കൻസ് ആറ് സൈലൻ്റ് ആക്കി വെക്കുന്നില്ല, അവരതിനെ പ്രകടമായി തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നു. അതിനെ നമ്മൾ പറയുന്ന പേര് റൊട്ടോസിറ്റി എന്നാണ്. ദെൻ 19ാമത്തെ ചോദ്യം. ഇൻ ദ സെൻറ്റൻസ് In the sentence, the cat chased the mouse. What is the syntactic function of the mouse? ഇവിടത്തെ മൗസ് എന്നതിൻ്റെ സിൻടാക്റ്റിക് ഫംഗ്ഷൻ, അത് ഗ്രാമർ അറിയുന്ന ആളുകൾക്ക് അറിയാം. ക്യാറ്റ് സബ്ജക്റ്റ് ആണ്, ചേസ്ഡ് വേർബ് ആണ്, മൗസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അതും ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അല്ലെ, പ്രിപ്പോസിഷനും കാര്യങ്ങളും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത വീണ്ടും ഫോണറ്റിക്സിലെ മറ്റൊരു ചോദ്യം, which symbol in the International Phonetic Alphabet represents the voiceless velar stop sound as in the word cat? കാറ്റിലെ വോയിസ്ലെസ് വെലാർ സൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ വോയിസ്ലെസ് വെലാർ സ്റ്റോപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാലേ അത് ക ആണോ ആണോ ട് ആണോ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഗ ഒക്കെയാണ് വെലാർ സൗണ്ട് ആയിട്ട് വരുന്നത് അല്ലെ, കും ഗും. അപ്പം കാറ്റിലുള്ളത് ക ആണ്, അഥവാ ഓപ്ഷൻ എ ക ആണ് കേട്ടോ, ക ആണ്. ദെൻ അടുത്ത ഗ്രാമറിലേക്ക് വരാം. നമുക്കെല്ലാവർക്കും എളുപ്പമുള്ളൊരു മേഖലയാണ് ഗ്രാമർ എന്ന് കരുതുന്നു. ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്ന നിലയിൽ നമുക്ക് എളുപ്പമുള്ളൊരു മേഖലയാണ്. സോ ഗ്രാമറിലേക്ക് വരാം. വാട്ട് ഡസ്, അവിടേക്ക് എത്തിയിട്ടില്ല അല്ലേ. സോ 21ാമത്തെ ചോദ്യമാണ് അല്ലേ, നമ്മുടെ 21ാമത്തെ ചോദ്യമാണ്. Which sentence is grammatically correct? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാണ്? ഈച്ച് ഓഫ് ദി ഗേൾസ് എന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഈച്ച് ഓഫ് വന്നു കഴിഞ്ഞാൽ ഈച്ച് ഓഫിന് ശേഷം വരുന്നത് പ്ലൂറൽ ആയിട്ടുള്ള ഒരു നൗൺ ആയിരിക്കും. ദെൻ പിന്നീട് വരേണ്ട ഓക്സിലറി അല്ലെങ്കിൽ വേർബ് പ്ലൂറൽ അല്ല, സിംഗുലർ ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെയാണ് കറക്റ്റ് അല്ലേ, സിംഗുലർ ആണ് വരേണ്ടത്. അപ്പോൾ ഇത് തെറ്റിപ്പോയി. ദെൻ ഇവിടെ പിന്നീട് ഹെർ ഓൺ എന്ന് പറയുന്ന ആ ഒരു റിഫ്ലക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്ന സമയത്ത് ആരിലേക്കാണ് ഇത് മടങ്ങേണ്ടത്? ഈച്ച് എന്ന് പറയുമ്പോൾ ഈച്ച് ഓഫ് ദി ഗേൾസിൽ നിന്നുള്ള ഓരോ ആളുകളും. അപ്പോൾ അവിടെ സിംഗുലർ ആയിട്ടുള്ള റിഫ്ലക്സീവ് പ്രൊനൗൺ ആണ് കൊടുക്കേണ്ടത്. ഹെർ ഓൺ എന്നാണ്, എന്തല്ല ദെയർ ഓൺ എന്നല്ല കൊടുക്കേണ്ടത്. മനസ്സിലായി? അപ്പോൾ 2 മിസ്റ്റേക്സ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈച്ച് ഓഫ് വന്നു കഴിഞ്ഞാൽ ശേഷം പ്ലൂറൽ ആയിട്ടുള്ള നൗൺ കൊടുക്കുന്നു, അതിനുശേഷം സിംഗുലർ ഓക്സിലറി കൊടുക്കുന്നു, ശേഷം റിഫ്ലക്സീവ് പ്രൊനൗൺ ഉണ്ടെങ്കിൽ നമ്മൾ ഏതിലേക്കാണ് അതിനെ മടക്കേണ്ടത്? സിംഗുലർ ആയിട്ടുള്ള ഈച്ചിലേക്കാണ്. ഓക്കെ അല്ലേ? ദെൻ 82 അഥവാ നമ്മുടെ 22ാമത്തെ ചോദ്യം. വാട്ട് ഡസ് ദ വേർഡ് യൂബിക്യൂറ്റോസ് മീൻ? യൂബിക്യൂറ്റോസ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രസൻറ്റ് ഓർ ഫൗണ്ട് എവരിവെയർ, എല്ലാ സ്ഥലത്തും കാണുന്നത് എന്നതാണ് അതിനർത്ഥം വരുന്നത് കേട്ടോ, എല്ലാ സ്ഥലത്തും കാണുന്നത്. ദെൻ 23ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ആൻ ആൻറ്റോണിം ഫോർ ദ വേർഡ് അബണ്ടൻറ്റ്? അബണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായത്, എല്ലാ സ്ഥലത്തും കാണുന്നത് അല്ലേ, സമൃദ്ധം, ഒരുപാട് കാണുന്നത്, പ്ലെൻറ്റിഫുൾ എന്നാണ്. അബണ്ടൻറ്റ് എന്നതിൻ്റെ സിനോണിം പ്ലെൻറ്റിഫുൾ എന്നാണ് അല്ലേ, അതിൻ്റെ സിനോണിം. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് സ്കയേഴ്സ് അഥവാ ദൗർലഭ്യം, കുറവ്. ദെൻ 24ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വീണ്ടും ഗ്രാമർ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. വാട്ട് വേർഡ് മീൻസ് ദ ക്വാളിറ്റി ഓഫ് ബീങ് ഹോണസ്റ്റ് ആൻഡ് ഹാവിങ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ്, മോറൽ അപ്രൈറ്റ്നസ്?
ഒരാൾ വളരെ സത്യസന്ധനാണ്, ധാർമ്മിക മൂല്യങ്ങളെല്ലാം മുറുകെ പിടിക്കുന്ന ആളാണ്, ധാർമ്മികമായി വളരെ ഉയർന്ന നിലവാരമുള്ള ആളാണ്. ഈ ഒരു ക്വാളിറ്റിയെ നമ്മൾ പറയുന്ന പേര് ഇൻറ്റിഗ്രിറ്റി എന്നാണ് കേട്ടോ. ഇൻറ്റിഗ്രിറ്റി, ഇതൊക്കെ SCRT ആണ്. വൊക്കാബുലറിയൊക്കെ അധികവും SCRT, അതും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ SCRTയിൽ നിന്നാണ് വരുന്നത്. SCRTയിലെ വൊക്കാബുലറി ഗ്ലോസറിയൊക്കെ ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതാണ്. ദെൻ 25ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 25. ആഫ്റ്റർ ഐ ഗെറ്റ് ഹോം ഫ്രം വർക്ക്. ഞാൻ വീട്ടിൽ നിന്നും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം, അല്ലെ, ആഫ്റ്റർ ഐ ഗെറ്റ് ഹോം ഫ്രം വർക്ക് അഥവാ ജോലിയിൽ നിന്നും വീട്ടിലേക്ക് വന്ന സമയം, ഐ ഓഫൺ ഡാഷ് ഡൗൺ ഫോർ എൻ ആപ്പ് ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുമ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങാറുണ്ട്, അല്ലേ. അപ്പോൾ ഉറങ്ങുന്നതിന് വേണ്ടി കിടക്കുക, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ലൈ ഡൗൺ കേട്ടോ. LIE, ലൈ ഡൗൺ എന്നാണ് കേട്ടോ. ലൈ ഡൗൺ. ദെൻ ഇവിടെ ലൈ ആണ് യൂസ് ചെയ്യേണ്ടത്. അതും എന്തായിട്ട് യൂസ് ചെയ്യണം? പ്രസൻറ്റ് ടെൻസ് ആയിട്ട് യൂസ് ചെയ്യണം. സിമ്പിൾ പ്രസൻറ്റ്, അല്ലേ. ഓഫ്റ്റൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വേർബ് 1 ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ, ലൈ. ദെൻ അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം. 26ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 26 മാറിപ്പോയിട്ടുണ്ട്, അല്ലേ. 26ാമത്തെ ചോദ്യം. വാട്ട് ഡസ് ദ ഇഡിയം ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ മീൻ? ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞാൽ പരേഡാണ്. പരേഡിന് മുകളിലൂടെ ചാടുക. പരേഡിന് മുകളിലൂടെ ചാടുക എന്നാണ് ഇതിൻ്റെ വാക്കർത്ഥം വരുന്നത്. അപ്പോൾ ഇഡിയം ആകുമ്പോൾ എന്തായാലും അങ്ങനെയല്ല മീനിങ് വരുന്നത്, അല്ലേ. മീനിങ് വരുന്നത് ടു ജോയിൻ എ പോപ്പുലർ ട്രെൻഡ്. ഒരു പ്രസിദ്ധമായ, ഒരു പോപ്പുലറായ, ജനപ്രീതിയുള്ളൊരു പ്രവൃത്തിയോ ട്രെൻഡിലേക്കോ ജോയിൻ ആകുന്നതിനാണ് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറയുന്നത്. ദെൻ 27ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്? കറക്റ്റ് വേർബ് ഫോം യൂസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഐ ഡിഡിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ V1 വരൂ, അല്ലേ. പിന്നെ V2 വരില്ല. അപ്പോൾ നമുക്ക് നോ തന്നെ അങ്ങ് കൊടുത്താൽ മതി. ഓപ്ഷൻ D തന്നെ കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ദെൻ 28ാമത്തെ ചോദ്യം. Fill in the blanks with the correct word. Dash the sweetest dogs in the neighborhood. അപ്പോൾ നമ്മുടെ അയൽപ്പക്കത്ത് വളരെയധികം സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ട് എന്ന് പറയുകയാണ്, അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ദെയർ ആർ എന്ന് പറയണം, അല്ലേ. ദെയർ ആർ എന്ന് പറയണം. പക്ഷെ അവിടെ ദെയർ ആർ എന്ന് പറയാൻ മാത്രമുള്ളൊരു ഗ്യാപ്പ് അവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് അവകളാണ് എന്നർത്ഥം പറയാം, അല്ലേ. ദേ ആർ അവരാണ്, അല്ലേ. നമ്മളിപ്പോൾ ആനിമൽസിന് ചിലപ്പോൾ പ്ലൂറലായിട്ടുള്ള ആനിമൽസിന് വേണ്ടി നമ്മൾ ദേ യൂസ് ചെയ്യും. അങ്ങനെ ഓപ്ഷൻ C, ദേ ആർ ദ സ്വീറ്റസ്റ്റ് ഡോഗ് ഇൻ ദ നെയ്ബർഹുഡ്. ഇവിടെ ഒരു ദെയർ ആർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ വന്നേനെ. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഓപ്ഷൻസ് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ദെയർ ആർ അല്ല, ദേ ആർ കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരു വെറും ദെയർ മാത്രം കൊടുക്കുന്നുണ്ട്. ദെയർ മാത്രം കൊടുത്താൽ സെൻറ്റൻസ് അവിടെ പൂർണ്ണമാകില്ല. ഓക്കെ അല്ലേ. ദെൻ 29ാമത്തെ ചോദ്യം. റാം സ്പീക്സ് ലെസ് ഇൻ ദ ഫോറം. ഫോറത്തിൽ റാം വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. സോ റാം ഈസ് റെറ്റിസെൻറ്റ്, അഥവാ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ റെറ്റിസെൻറ്റ്, ഒരുപാട് സംസാരിക്കുന്ന ആളുകളെ നമ്മൾ ഗറുലസ് എന്നാണ് പറയുക, അല്ലേ. അപ്പോൾ PSCക്ക് വളരെ ഇഷ്ടമുള്ള 2 പദങ്ങളാണ്. ഒന്ന് റെറ്റിസെൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആൾ. ഗറുലസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ആൾ. ഓക്കെ അല്ലേ. 30ാമത്തെ ചോദ്യം. ആഫ്റ്റർ ദേ റീച്ച് ദ ഹോട്ടൽ ദേ വിൽ ഇൻഫോം us. ദിസ് ഈസ് ആൻ ഡാഷ് സെൻറ്റൻസ്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്നാണ് ചോദ്യം. അപ്പോൾ ആഫ്റ്റർ ദേ റീച്ച് ദ ഹോട്ടൽ, അവർ ഹോട്ടലിൽ എത്തിയതിനു ശേഷം, അപ്പോൾ അവിടെ പൂർത്തിയായിട്ടില്ല, സെൻറ്റൻസ് പൂർത്തിയായിട്ടില്ല, മീനിങ് പൂർത്തിയായിട്ടില്ല. സോ അതുകൊണ്ട് നമുക്കതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു സബോർഡിനേറ്റ് ക്ലോസും ഇവിടെ എന്തായാലും മെയിൻ ക്ലോസ് ആയിരിക്കും. ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും കൂടി ചേരുന്നത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഒരൊറ്റ ക്ലോസ് മാത്രമുള്ളത് സിമ്പിൾ സെൻറ്റൻസ് ആണ്, അല്ലേ. ഇംപറേറ്റീവ് സെൻറ്റൻസ് വേറെയാണ്. ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ റിക്വസ്റ്റ്, കമാൻഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ്. ദെൻ കോമ്പൗണ്ട് സെൻറ്റൻസ് ആകുമ്പോൾ 2 മെയിൻ ക്ലോസ് ഉണ്ടാകും എന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ. ദെൻ 31ാമത്തെ ചോദ്യം ആർട്ടിക്കിളിൽ നിന്നുള്ള ചോദ്യമാണ്. ദിസ് ഈസ് ഡാഷ് ബുക്ക്. അപ്പോൾ ഇതാണ് ആ ബുക്ക് എന്നാണ് വരേണ്ടത്, അല്ലേ. അപ്പോൾ ഇവിടെ ദാ കൊടുക്കണം. ദിസ് ഈസ് ദ ബുക്ക് ഐ മെൻഷൻഡ് 1 വർഷത്തിന് മുന്നേ ഞാൻ അറിയിച്ചത് എന്നർത്ഥമാണ് അവിടെ വരേണ്ടത്. സോ
ദായും എയും ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാൻ 32ാമത്തെ ചോദ്യം. ദ പ്ലെയേഴ്സ് റീച്ച്ഡ് ഡാഷ് ടൈം ദാറ്റ് ദ പ്ലേ സ്റ്റാർട്ടഡ് ഡാഷ് ടൈം. അപ്പോൾ പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ദ പ്ലെയേഴ്സ് റീച്ച്ഡ് ആ ഒരു പ്ലെയേഴ്സ് കൃത്യസമയത്ത് എത്തി എന്നാണ് നമുക്ക് വരിക അല്ലേ. അപ്പോൾ ഇൻ ടൈം ഒരു ഏകദേശ സമയം, കൃത്യമല്ല, ഏകദേശം ഒരു സമയത്തെത്തി. ദാറ്റ് ദ പ്ലേ സ്റ്റാർട്ടഡ് അവർ ആ ഒരു ഏകദേശ സമയം എത്തിയത് കൊണ്ട് പ്ലേ എന്ത് ചെയ്തു, കറക്റ്റ് സമയത്ത് തുടങ്ങി. അപ്പോൾ കൃത്യസമയം എന്ന് സൂചിപ്പിക്കാൻ ഓൺ ടൈമും, നമ്മൾ സമയത്തിലെത്തി, അതൊരു കൃത്യസമയം എന്ന അർത്ഥത്തിനല്ല, അവർ സമയത്തിലെത്തി എന്ന് മാത്രം പറയാൻ വേണ്ടി നമ്മൾ ഇൻ. അപ്പോൾ കൃത്യസമയം എന്ന് സൂചിപ്പിക്കാൻ ഓണും അവർ സമയത്തെത്തി എന്ന് സൂചിപ്പിക്കാൻ ഇന്നുമാണ് വരേണ്ടത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഗതിയാണ്, ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ദെൻ 33ാമത്തെ ചോദ്യം. വാട്ട് ഡു ദ അണ്ടർലൈൻ വേർഡ്സ് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഷോ. ഇവിടെ വാട്ട് ഹി റോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ വാട്ട് ഹി റോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ SCRT ആണല്ലേ, ഇതൊരു നൗൺ ക്ലോസ് ആണ്, കാരണം അതിൽ സബ്ജക്റ്റ് ആണല്ലേ. വാട്ട് ഹി റോട്ട് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് അതിനെ നമുക്ക് നൗൺ ക്ലോസ് എന്ന് പറയാം. ഓക്കെ അല്ലേ, അവിടെ സബ്ജക്റ്റ് ഒരു ക്ലോസ് ആയിട്ട് വന്നു, സോ അതൊരു നൗൺ ക്ലോസ് ആണ്. ദെൻ സ്ഥിരം PSCയുടെ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട്. ഇറ്റ് ഈസ് ഡാഷ് റൈനിങ് സിൻസ് മോർണിംഗ്. ഇവിടെ സിൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി അതൊരു പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാസ് ബീൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രസൻറ്റ് ആണ് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യേണ്ടത്. ദെൻ 95ാമത്തെ ചോദ്യം. ദ മാച്ച് വാസ് ഡാഷ് ഡ്യൂ ടു റെയിൻ. മഴ കാരണം മാച്ച് മാറ്റിവെച്ചു. അപ്പോൾ മാറ്റിവെച്ചു കോൾഡ് ഓഫ് അല്ലേ, കോൾഡ് ഓഫ് ഫ്രൈസൽ വെർബാണ്. ബാക്കിയുള്ള ഫ്രൈസൽ വെർബ് കൂടി നോക്കി വെക്കണേ. ദെൻ അടുത്തത് 36ാമത്തെ ചോദ്യം. രാധിക വാസ് ഡാഷ് ഷൈ ഡാഷ് കം ഫ്രണ്ട് ഓഫ് ദ ക്ലാസ്. ഇത് മറ്റേ ടു എന്ന പ്രയോഗമാണ് അല്ലേ. രാധികയ്ക്ക് ഭയങ്കര ലജ്ജയാണ്, അതുകൊണ്ട് ക്ലാസ് ഫ്രണ്ടിലേക്ക് വരില്ല. അപ്പോൾ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലേക്ക് വരാൻ കഴിയാത്തത്ര ലജ്ജയുണ്ട്. അപ്പോൾ ടു എന്ന പ്രയോഗമാണ്. ഓക്കെ അല്ലേ. ദെൻ 37ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. 37ാമത്തെ ചോദ്യം. കൺവേർട്ട് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കി മാറ്റാനാണ്. ടുമോറോ വി വിൽ മീറ്റ് സെഡ് ദ ടീച്ചർ ടു ദം. അപ്പോൾ ടീച്ചർ അവരോട് പറഞ്ഞു നമ്മൾ നാളെ കാണും. അപ്പോൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി, ദ ടീച്ചർ ടോൾഡ് ദം. ദെൻ ഇതൊരു അസേർട്ടീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ദാറ്റ് തന്നെയാണ് കണക്റ്റിംഗ് വേർഡ്. അപ്പോൾ ഇതുവരെ എല്ലായിടത്തും കറക്റ്റാണ്. ദെൻ ടുമോറോ വി വിൽ മീറ്റ് എന്നുള്ളത് എന്താകും, വി മാറി ദേ ആകണം. അപ്പോൾ ഇത് രണ്ടും പുറത്തു പോകും അല്ലേ, ഇത് രണ്ടും പുറത്തു പോകും. ദെൻ വില്ല് വുഡ് ആകണം. ദെൻ ടുമോറോ ദ നെക്സ്റ്റ് ഡേ ആകണം. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 38ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 38ാമത്തത് ചേഞ്ച് ദ വോയിസ് അഥവാ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കി മാറ്റാനാണ്. ഹി ഹാഡ് ഡൺ ഇറ്റ്. അപ്പോൾ ഇറ്റ് തുടക്കത്തിൽ വരണം അല്ലേ, ഇറ്റ് തുടക്കത്തിൽ വരണം. എല്ലാത്തിലും ഇറ്റ് വന്നിട്ടുണ്ട്. ദെൻ ഹാഡ് എന്നുള്ളത് ഹാഡ് ബീൻ ആവും. ഹാഡ് ബീൻ ഇവിടെയാണ് കറക്റ്റ്. അപ്പോൾ തന്നെ ഉത്തരം ശരിയായിട്ടുണ്ട്, ഓപ്ഷൻ ബി അല്ലേ. ഹാഡ് വന്നു കഴിഞ്ഞാൽ ഹാഡ് ബീൻ ആണ് പാസീവ് വോയിസിൽ വരേണ്ടത്. റൂൾ ഞാൻ ഒരുപാട് വിശദീകരിച്ച് പറയുന്നില്ല. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ചോദ്യമാണ്. സോ യു ആർ റിസൈനിങ് ദ ജോബ്. അപ്പോൾ ഇവിടെ 6 ഉണ്ട് അല്ലേ, അപ്പോൾ 6 എടുക്കുക. ദെൻ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കണം അല്ലേ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം അല്ലേ. പോസിറ്റീവ് ആണോ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഓക്സിലറി ആണ് വരേണ്ടത്. R*U എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. പക്ഷേ ഫൈനൽ ആൻസർ കീയിൽ PSC കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. സോ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സോ ഇവിടെ ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ R*U ആണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന നിലയ്ക്ക് വരേണ്ടത്. ദെൻ അടുത്തത് നമ്മുടെ 40ാമത്തെ ചോദ്യം. ട്രാൻസ്ഫോം ദ സെൻറ്റൻസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ ദ മീനിങ്. അർത്ഥവ്യത്യാസം വരാതെ ഈ സെൻറ്റൻസ് ചേഞ്ച് ചെയ്യുക. എവരിബഡി ലവ്സ് ഹിസ് വീഡിയോസ്. എല്ലാവരും അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാവരും അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഹൂ ഡസ് ലവ് ഹിസ് വീഡിയോസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് മാറി ചോദ്യമായി പോയി അല്ലേ. അതേപോലെ എവരിബഡി ഡസിൻറ്റ് ലവ് ഹിസ് വീഡിയോസ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായി, അഥവാ ഇഷ്ടപ്പെടുന്നില്ല എന്നായി പോയി. എന്നാൽ ഹൂ ഡസിൻറ്റ് ലവ് ഹിസ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ആരാണ് ഡസിൻറ്റ് ലവ് ഹിസ് വീഡിയോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എയും സിയും തമ്മിലുള്ള വ്യത്യാസം നോക്കേണ്ടത്
ഹൂ ഡസ് ലവ് ഹിസ് വീഡിയോസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ചോദ്യം ആരാണ് അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത്? അതൊരു നെഗറ്റീവ് ധ്വനിയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് അല്ലേ? ഇവൻ്റെ വീഡിയോ ആരിഷ്ടപ്പെടാനാണ് എന്നൊരു അർത്ഥം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഹൂ ഡസിൻറ്റ് ലവ് ഹിസ് വീഡിയോസ്, അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ആരാണ് ഉണ്ടാവുക അല്ലെ? അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? അങ്ങനെ ആരും ഉണ്ടാവില്ല. എല്ലാവരും അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നൊരു ധ്വനി അവിടെ വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ്. മനസ്സിലായോ? ആ ഒരു സെൻറ്റൻസിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് PSC ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ സി എന്നായിരുന്നു PSC ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് 61ാമത്തെ ചോദ്യം. സാധാരണ ലിറ്റററി മൂവ്മെൻറ്റ്സ് എന്നുള്ള ചോദ്യങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഈ ഇടെ നടന്ന ബൈ ട്രാൻസ്ഫർ ആയിട്ടും അല്ലാതെ നടന്ന പരീക്ഷകളിലൊക്കെ ലിറ്റററി മൂവ്മെൻറ്റ്സിൽ നിന്നും 1-2 ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. 2-3 ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ലിറ്റററി മൂവ്മെൻറ്റ്സ് നമ്മൾ നോക്കണം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിയോ ക്ലാസിസം? നിയോ ക്ലാസിസത്തിൻ്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്ട്രോങ് ട്രഡീഷണലിസം, അതുണ്ടല്ലേ നമുക്ക് ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളോടുള്ള ഒരു ആഭിമുഖ്യം, ക്ലാസിസത്തിലേക്കുള്ള ഒരു മടക്കം നമ്മുടെ നിയോ ക്ലാസിസത്തിൻ്റെ സവിശേഷതയാണ്. ഗ്ലോറി ഓഫ് ദ ഇംപെർഫെക്റ്റ് അല്ല, ഗ്ലോറി ഓഫ് ദ പെർഫെക്റ്റ് ആണ് നിയോ ക്ലാസിസത്തിൻ്റെ സവിശേഷത. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ്. ദെൻ ഡിമാൻഡ് ഫോർ ദ സ്റ്റൈലിസ്റ്റിക് ഡെക്കോറം, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേൺസ്, അതേപോലെ ആർട്ട് ഫോർ ഹ്യൂമാനിറ്റി സേക്ക്, ഇതെല്ലാം നിയോ ക്ലാസിസത്തിൻ്റെ സവിശേഷതയിൽ ഉൾപ്പെടുന്നതാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ 63ാമത്തെ ചോദ്യം. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് 62 പറഞ്ഞില്ല അല്ലേ? 62ാമത്തെ ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഓതേഴ്സ് ഷാർപ്ലി എഡ്ജ് റിയലിസം ഇൻ റെപ്രസെൻറ്റിംഗ് ഓർഡിനറി ഇവൻറ്റ്സ് together with fantastic and dream-like elements as well as the materials derived from the myth and fairy tales. അപ്പോൾ റിയലിസം അഥവാ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ അതോടൊപ്പം എന്തുകൂടി ആഡ് ചെയ്യും? ഫെയറി ടെയിൽസ്, മിത്ത്, ഡ്രീം, ഫാൻറ്റസി. അപ്പോൾ റിയലിസവും മാജിക്കൽ എലമെൻസും അഥവാ മാജിക്കൽ റിയലിസത്തിൻ്റെ വക്താക്കൾ ആരാണ്? റിയലിസത്തിൻ്റെ വക്താക്കൾ ആരെന്നല്ല, മാജിക്കൽ റിയലിസത്തിൻ്റെ വക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൽ ആരൊക്കെ വരും? ഗബ്രിയേൽ ഗാർഷ്യോ മാർക്കസ് വരും. ഡാനിയൽ ഡിഫോ വരില്ല. അതൊക്കെ നോവലിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ് ഡാനിയൽ ഡിഫോ വരുന്നത് അല്ലേ? ജോൺ ഫൗൾസ് വരും, ഗണ്ടർ ഗ്രാസ് വരും. അപ്പോൾ 1, 3, 4 1, 3, 4 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 63ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഹു എമംഗ് ഫോളോയിങ് ഈസ് നോട്ട് ദ മെമ്പർ ഓഫ് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ? പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിളുമായിട്ട് ബന്ധമില്ലാത്തത് വിക്ടർ സ്ക്ലോവോസ്കി ആണ് അല്ലേ? അദ്ദേഹം മാർക്സിസമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ദെൻ വീണ്ടും ലിറ്റററി മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇൻ വിച്ച് എമംഗ് ദ ബുക്സ് ദാറ്റ് ഡെറിഡ സ്റ്റേറ്റ്സ് ദെർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ്? ടെക്സ്റ്റിന് പുറത്തൊന്നുമില്ല അല്ലേ? ദെർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഓഫ് ഗ്രാമറ്റോളജി എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ഓഫ് ഗ്രാമറ്റോളജി എന്ന പുസ്തകത്തിലാണ്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഓർത്ത് വെക്കുക. വീണ്ടും ലിറ്റററി മൂവ്മെൻറ്റ്സിൽ നിന്നുള്ള ചോദ്യം 4 ചോദ്യമായി അല്ലേ? 4ാമത്തെ ചോദ്യവും ലിറ്റററി മൂവ്മെൻറ്റ്സിൽ നിന്നാണ്. അതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ദ എംപയർ റൈറ്റ്സ് ബാക്ക് ആരെ എഴുതിയിട്ടുള്ളതാണ്? ബിൽ ആസ്ക്രോഫ്റ്റ് എഴുതിയിട്ടുള്ളതാണ്. ഇനി കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം, പേര് കേൾക്കുമ്പോൾ ഇമ്പീരിയലിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എഡ്വേർഡ് സെയ്ദ് എഴുതിയിട്ടുള്ളതാണ്. നാഷൻ ആൻഡ് നറേഷൻ ആരെഴുതിയിട്ടുള്ളതാണ്? നാഷൻ ആൻഡ് നറേഷൻ എഴുതിയിട്ടുള്ളത് ഹോമി കെ ബാബയാണ് കേട്ടോ, ഹോമി കെ ബാബയാണ്. ദെൻ ദ റെച്ച്ഡ് ഓഫ് എർത്ത് എഴുതിയിട്ടുള്ളത് ഫ്രാൻസ് ഫാനോൺ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ലിറ്റററി മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ദെൻ 66ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫേസസ് ആസ് വുമൻ ഹിസ്റ്റോറിക്കലി ഇനേബിൾ ടു റിജക്ട് ദ അക്കോമഡേറ്റിംഗ് പോസ്ചർ ഓഫ് ഫെമിനിറ്റി? നിലവിലുള്ള സ്ത്രീ സങ്കല്പത്തെ അല്ലെങ്കിൽ സ്ത്രീ ചരിത്രത്തെ, പുരുഷന്മാർ എഴുതി വെച്ചിട്ടുള്ള സ്ത്രീ ചരിത്രത്തെ നിരാകരിച്ചു. ആൻഡ് ടു യൂസ് ലിറ്ററേച്ചർ ടു ഡ്രാമാറ്റൈസ് ദ ഓർഡീൽസ് ഓഫ് റോങ്ഡ് വുമൻഹുഡ്, സ്ത്രീകളെക്കുറിച്ചുള്ള തെറ്റായ ആവിഷ്കാരങ്ങളെ നിരാകരിച്ചുകൊണ്ട് സ്ത്രീയെ യഥാർത്ഥ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള അല്ലേ? ടു യൂസ് ലിറ്ററേച്ചർ ടു ഡ്രാമാറ്റൈസ് ദ ഓർഡീൽസ് ഓഫ് റോങ്ഡ് വുമൻഹുഡ്. അതിനുവേണ്ടി ലിറ്ററേച്ചറിനെ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഫെമിനിസ്റ്റ് ഫേസ് ആണ് കേട്ടോ. ഫെമിനിസ്റ്റ് ഫേസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ?
ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ 67ാമത്തെ ചോദ്യം ഒരു ഡെഫിനിഷനാണ്. മോർ ആൻഡ് മോർ മാൻകൈൻഡ് വിൽ ഡിസ്കവർ ദാറ്റ് വി ഹാവ് ടു ടേൺ ടു പോയട്രി ടു ഇന്റർപ്രറ്റ് ലൈഫ് ഫോർ us, ടു കൺട്രോൾ us, ടു സസ്റ്റെയിൻ us. അല്ല, മനുഷ്യൻ കൂടുതൽ കണ്ടെത്തുന്നതോറും നമുക്ക് മനസ്സിലാകുന്നു കവിത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കാനും നമ്മളെ നിയന്ത്രിക്കാനും നമ്മളെ അതിജീവനത്തിന് സഹായിക്കാനുമുള്ളതാണ് കവിത. ഈ ഒരു ഡെഫിനിഷൻ മാത്യു അർണോൾഡിൻ്റെതാണ്. സോ മാത്യു അർണോൾഡിൻ്റെ പോയട്രിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. മോർ ആൻഡ് മോർ മാൻകൈൻഡ് വിൽ ഡിസ്കവർ that we have to turn to poetry to interpret life for us and to control us, to sustain us. Then 68ാമത്തെ ചോദ്യത്തിൽ വരാം. ഇന്ത്യൻ എസ്തറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്രൊഡ്യൂസ് രസ ഓർ എസ്തറ്റിക് ഇമോഷൻ? രസ അല്ലെങ്കിൽ എസ്തറ്റിക് ഇമോഷൻ, ഇതിന് മുന്നേ ഒരു ചോദ്യത്തിൽ നമ്മൾ കണ്ടു വിഭാവ, അനുഭാവ, വ്യഭിചാരിഭാവ, അല്ലേ? ഇതെല്ലാം കൂടി ചേർന്നതാണ് രസ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ലിംഗ്വിസ്റ്റിക് സയൻസ് അക്കോർഡിംഗ് ടു സോഷ്യറി? ഇപ്പോൾ സോഷ്യർ പറയുന്നത് ലിംഗ്വിസ്റ്റിക് സയൻസ് അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള ബന്ധം അത് റാൻഡം ആയിട്ടുള്ള ബന്ധമാണ്. ആർബിട്രേറ്ററിനെസ് അതും നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ 70ാമത്തെ ചോദ്യം, ഇത് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിൽ അദ്ദേഹം കുറച്ച് ഗ്രീക്ക് ടേംസ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അത്തരം രീതിയിൽ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ സന്തോഷം തോന്നും ഇങ്ങനെ ഒരു ചോദ്യം കാണുന്ന സമയത്ത്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഒന്ന് പെരിപെറ്റിയ. പെരിപെറ്റിയ എന്ന് പറയുമ്പോൾ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ, അല്ലേ? ഇതുവരെ ഉണ്ടായിരുന്ന ഭാഗ്യം നേരെ ഉൾട്ടയടിക്കുന്ന സ്റ്റേജാണ് പെരിപെറ്റിയ എന്ന് പറയുന്നത്. ദെൻ അനഗ്നോസിസ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നേഷൻ ആണ്, അല്ലേ? ഒരു കഥാപാത്രം ഒരു സത്യം തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി തിരിച്ചറിയുന്നു, അതാണ് അനഗ്നോസിസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത കഥാസിസ് എല്ലാവർക്കും അറിയാം. വായനക്കാരനിൽ അല്ലെങ്കിൽ കാണികളിൽ പിറ്റി ആൻഡ് പെർഗേഷൻ ഉണ്ടാക്കുന്നതിനാണ് കഥാസിസ് എന്ന് പറയുന്നത്. ദെൻ ഹമേർഷ്യ എന്ന് പറയുന്നത് ട്രാജിക് ഫ്ലോ ആണ്, അല്ലേ? ട്രാജിക് ഫ്ലോ ആണ് ഹമേർഷ്യ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാ ടേംസും കൃത്യമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം. പെരിപെറ്റിയ എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. അതുവരെ ഉണ്ടായിരുന്ന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കഥ നേരെ ദൗർഭാഗ്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ ദൗർഭാഗ്യത്തിലേക്ക് പോകാനുള്ള കാരണം ഒരു അനഗ്നോസിസ് അഥവാ ഒരു റെക്കഗ്നിഷൻ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇഡിപ്പസ് റെക്സ് തന്നെ ഞാൻ കൊന്നിട്ടുള്ളത് തൻ്റെ അച്ഛനെയാണ് അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് തൻ്റെ അമ്മയാണെന്നുള്ളത് തിരിച്ചറിവ്, അതാണ് അനഗ്നോസിസ് എന്ന് പറയുന്നത്. ദെൻ ഹമേർഷ്യ, അത് ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു ഹീറോ ചെയ്യുന്ന ഒരു തെറ്റാണ് ഹമേർഷ്യ, ട്രാജിക് ഫ്ലോ ആണ്. ദെൻ കഥാസിസ്, ഇതെല്ലാം കാണുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് പിറ്റി ആൻഡ് ഫിയർ. നമ്മളിൽ പിറ്റി ആൻഡ് ഫിയർ ഉണ്ടാകുന്നു, പെർഗേഷൻ ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ? ദെൻ 71ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ലാസ്റ്റ് ഫോണീം ഓഫ് ദ വേർഡ് ഗ്യാരങ്ക്. ഗ്യാരങ്ക് എന്ന് പറയുന്ന വേർഡിലെ ലാസ്റ്റ് ഫോണീം എന്താണെന്ന് ചോദിച്ചാൽ വോയിസ്ഡ് പാലറ്റോ അൽവിയോളോ ഫ്രിക്കേറ്റീവ് ആണ്. വോയിസ്ഡ് പാലറ്റോ അൽവിയോൾ ഫ്രിക്കേറ്റീവ്, അല്ലേ? ഗ്യാരഗ് എന്നല്ലേ പറയുന്നത്, അല്ലേ? സോ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ നമ്മുടെ മെഷറിലെ ഈ ഒരു സൗണ്ടാണ് വരേണ്ടത് കേട്ടോ. ഗ്യാരേജ് അങ്ങനെയാണ് വരേണ്ടത്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ് വരേണ്ടത്. സോ മെഷറിലെ ആ ഒരു ലാസ്റ്റ് വരുന്ന സൗണ്ടാണ് വരുന്നത്. അത് വോയിസ്ഡ് പാലറ്റോ അൽവിയോളോ ഫ്രിക്കേറ്റീവ് ആണ്. ഇതിന് അടുത്തത് 72ാമത്തെ ചോദ്യം. വിച്ച് അമംഗ് ദീസ് ഈസ് നോട്ട് ആൻ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ? നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ അഥവാ അത് ചലിക്കാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പർ റോ ഓഫ് ടീത്ത്, അത് ചലിക്കില്ല, അല്ലേ? നമ്മുടെ ലോവർ ലിപ്പ്, നമ്മുടെ ടങ്കൊക്കെ ചലിക്കും. അപ്പർ റോ ഓഫ് ടീത്ത് എന്ത് ചെയ്യില്ല? ചലിക്കില്ല. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ 73ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് അമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റെഫർ ടു ദ കോൺസെപ്റ്റ് ലാങ്കോ? ലാങ്കോ പരോൾ നമുക്കറിയാം, അല്ലെ? ലാങ്കോയും പരോളും നമുക്കറിയാം. ലാങ്കോ എന്ന് പറഞ്ഞാൽ എന്താ? ലാംഗ്വേജിനെ കുറിച്ചുള്ള സബ്ജക്റ്റ് നോളജ് ആണ്, അല്ലേ? ആ സിസ്റ്റത്തെ കുറിച്ച്, റൂളിനെ കുറിച്ചുള്ള ആ ഒരു. അടുത്തത് 73ാമത്തെ ചോദ്യമാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റെഫർ ടു ദ കോൺസെപ്റ്റ് ഓഫ് ലാങ്കോ?
ഇത് നമ്മുടെ സോഷ്യൽ പറയുന്ന സാധനം തന്നെയാണ്, ലാങ്കോ പരോൾ. ലാങ്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ്, നമ്മുടെ ലാംഗ്വേജിൻ്റെ റൂൾസിനെ കുറിച്ചുള്ള സബ്ജക്റ്റ് നോളജാണ്. പരോളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പെർഫോമൻസിനെ സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽ അറ്ററൻസ് എന്ന് പറയുമ്പോൾ ശരിയാണോ? അല്ല. ഇൻഡിവിജ്വൽ അറ്ററൻസ് വരുന്നത് പരോളാണ്. അപ്പോൾ ഒന്ന് തെറ്റാണ്. ഇറ്റ് മീൻസ് ദ അബ്സ്ട്രാക്ട് നോളജ് ഓഫ് ദ ലാംഗ്വേജ്, അത് ശരിയാണ്. ലാംഗ്വേജിൻ്റെ അബ്സ്ട്രാക്ട് നോളജുകളെ കുറിച്ച് പറയുന്നു. ഇറ്റ് ഈസ് സിമിലർ ടു നോം ചോംസ്കീസ് കോമ്പറ്റൻസ് എന്ന് പറയുമ്പോൾ ശരിയാണ്. നോം ചോംസ്കി എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസും പെർഫോമൻസിനെയും കുറിച്ച് പറയുന്നുണ്ട്. ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിനെ കുറിച്ചുള്ള നോളജാണ്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യാനുള്ള സ്കില്ലാണ്. അപ്പോൾ മൂന്നാമത്തത് കറക്റ്റാണ്. ഇറ്റ് ഈസ് ദ സിസ്റ്റം അണ്ടർലൈങ് സ്പീച്ച് ആക്ടിവിറ്റീസ്. സ്പീച്ച് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റംസ് അല്ലെങ്കിൽ റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാംഗ് എന്ന് പറയുന്നത്. അതും കറക്റ്റാണ്. അപ്പോൾ 2, 3, 4 കറക്റ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 74ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ക്വാളിറ്റി ഓഫ് ദ വോയിസ് ആൻഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫ്രീക്വൻസി ഓർ ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഓഫ് വോക്കൽ കോഡ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര തവണ വോക്കൽ കോഡിൽ വൈബ്രേഷൻ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്വാളിറ്റിയെ പറയുന്നത് പിച്ച് എന്നാണ് കേട്ടോ. പിച്ച്. അപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിയുടെ എണ്ണം അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ്റെ നമ്പറിനെ സൂചിപ്പിക്കുന്ന ക്വാളിറ്റിയെ നമ്മൾ പറയുന്ന പേര് പിച്ച് ആണ് കേട്ടോ. പിച്ചാണ് പറയുന്നത്. ദെൻ 75ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് അമംഗ് ദീസ് ഈസ് നോട്ട് എ റൊമാൻസ് ലാംഗ്വേജ്. റൊമാൻസ് ലാംഗ്വേജ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഐറിഷ് ആണ് കേട്ടോ. ഐറിഷ് ആണ്. സ്പാനിഷ്, പോർച്ചുഗീസ്, റൊമാനിയൻ ഇതെല്ലാം റൊമാൻസ് ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ 76ാമത്തെ ചോദ്യം. വ് ആൻഡ് ജ് ആർ എക്സാമ്പിൾസ് ഓഫ്. വും ജുവും എന്തിന് എക്സാമ്പിൾ ആണ് എന്ന് ചോദിച്ചാൽ നോൺ സിലബിക് വോക്കോയിഡ്സ് എന്നതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. നോൺ സിലബിക് വോക്കോയിഡ്സ്. ഇവിടെ വോക്കോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വോക്കൽ ട്രാക്റ്റ് ഓപ്പൺ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനാണ് നമ്മൾ വോക്കോയിഡ്സ് എന്ന് പറയുന്നത്. സോ വോക്കോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വോക്കൽ ട്രാക്സ് ഏകദേശം ഓപ്പൺ ചെയ്ത് ഉച്ചരിക്കുന്ന പദങ്ങൾക്കാണ് വോക്കോയിഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ വോക്കോയിഡ്സ് ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സിലബിളിൽ അധികം സ്ട്രെസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ നോൺ സിലബിക് വോക്കോയിഡ്സ്. എന്നാൽ അതിൻ്റെ സിലബിളിൻ്റെ കോറിൽ സ്ട്രെസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിലബിക് വോക്കോയിഡ്സ്, അങ്ങനെയാണ് പറയുന്നത്. സോ ഇത് നോൺ സിലബിക് വോക്കോയിഡ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ദെൻ 77ാമത്തെ ചോദ്യം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ സ്റ്റഡി ഓഫ് മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് ദ വേർഡ് കോമ്പിനേഷൻ ഇൻ ഫ്രേസസ് ആൻഡ് സെൻറ്റൻസ്. വാക്കുകളുടെ അർത്ഥം എന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം ഉറപ്പിക്കാം. സെമാൻറ്റിക്സ് അല്ലെ, വാക്കുകളുടെ അർത്ഥം, അതേപോലെ ഫ്രേസ്, സെൻറ്റൻസ്, വേർഡ് കോമ്പിനേഷൻസിൻ്റെ ഒക്കെ അർത്ഥത്തെക്കുറിച്ച് പഠിക്കുന്നത് സെമാൻറ്റിക്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനടുത്തതൊരു ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എഴുതുന്നതിന് വേണ്ടിയാണ്. ലാംഗ്വേജ് എന്ന് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ഇതാണ് കറക്റ്റ് കേട്ടോ. ലാംഗ്വേജ് എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ദെൻ 79ാമത്തെ ചോദ്യം. മാച്ച് ദ ഫോളോയിങ് ലോൺ വേർഡ്സ് വിത്ത് ദെയർ പാരന്റ് ലാംഗ്വേജ്. ലോൺ വേർഡും പാരന്റ് ലാംഗ്വേജും തമ്മിൽ ജോയിൻ ചെയ്യാനാണ്. ഹസ്ബൻഡ്, നൈഫ്, ഫെല്ലോ, എഗ് ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ സ്കാൻഡിനേവിയനിൽ നിന്ന് വന്നതാണ് കേട്ടോ. സ്കാൻഡിനേവിയനിൽ നിന്ന് വന്നതാണ്. ഇനി കഫേ, റെസ്റ്റോറൻറ്റ്, സൂപ്പ്, കോർട്ട് അല്ലെ. കോർട്ടൊക്കെ നമുക്കറിയാം, കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫ്രഞ്ചിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞാൽ തന്നെ ഉത്തരമായി. ദെൻ റേഡിയസ്, വാക്വം, ട്രാക്ടർ, മോട്ടോർ ഇത്തരം പദങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, ലാറ്റിനിൽ നിന്ന് വന്നതാണ് അല്ലേ. സോറി, ലാറ്റിൻ അല്ല, ഇന്ത്യനിൽ നിന്ന് വന്നതാണ്. സോ റേഡിയസ്, വാക്വം, ട്രാക്ടർ, മോട്ടോർ തുടങ്ങിയ പദം ഏതിൽ നിന്ന് വന്നതാണെന്ന് ചോദിച്ചാൽ അത് വന്നിട്ടുള്ളത് ലാറ്റിനിൽ നിന്നാണ് കേട്ടോ. ലാറ്റിനിൽ നിന്നാണ്. ദെൻ ലൂട്ട്, കറി, ജംഗിൾ, ബാങ്കിൾ. കറി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടി, അത് ഇന്ത്യനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിട്ടുള്ളത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യൻ എന്നുള്ളത് 3 ആയിട്ടാണ് വരേണ്ടത് അല്ലേ. ഇന്ത്യൻ 3 ആണ്, ലാറ്റിൻ 4 ആണ് അല്ലേ. ലാറ്റിൻ 4 ആണ്, അത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്, ക്വസ്റ്റ്യനിൽ നമ്പർ കൊടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ദെൻ നമ്മൾ ഇനി അടുത്ത ഗ്രാമർ ഭാഗത്തിലേക്ക് പോവുകയാണ്.
അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഫോണറ്റിക്സിൽ നിന്നുള്ളൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോർഫീംസ് ഇൻ ദ വേർഡ് ആൻഡ് ഈവൻ ഫുൾ. നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ചെറിയ സൗണ്ടിനെയാണ് നമ്മൾ മോർഫീം എന്ന് പറയുന്നത്. ഇവിടെ എത്ര മോർഫീം ഉണ്ട്? അൺ, ഈവൻറ്റ്, ഫുൾ, നെസ്. 4 എണ്ണം ഉണ്ട് അല്ലേ? 4 എണ്ണം. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. ദെൻ 81ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. യു ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ പിന്നെ V1 ആണ് വരേണ്ടത്. ഇതേ സെന്റൻസ് തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. V1 ആണ് വരേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ 82ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് വേർഡ്സ് മീൻ ഹാർഡ് വർക്കിംഗ്? കഠിനാധ്വാനം എന്നർത്ഥം വരുന്നത് ഇൻഡസ്ട്രിയസ് ആണ് അല്ലെ? ഇൻഡസ്ട്രിയസ്, കഠിനാധ്വാനം. ദെൻ മാച്ച് ദ ഫോളോയിങ് ആന്റോണിംസ്. വിപരീത പദത്തെ മാച്ച് ചെയ്യാനാണ്. വൈഡ്, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനമാണ് അല്ലേ? വൈഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നാരോ, ഇടുങ്ങിയത് കേട്ടോ. വൈഡ്, നാരോ. ഇനി ഹൈ, ഉയർന്നത്. ദെൻ ഹൈയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഹൈയുടെ ഓപ്പോസിറ്റ് നമുക്ക് പറയാം ലോ എന്നാണ് അല്ലേ? ഇവിടെയും നമ്പർ ഇട്ടത് മാറിയിട്ടുണ്ട്. ഇത് 3 ആണ് കേട്ടോ. ഇത് 3 ആണ്, ഇത് 4 ആണ്. ഹൈ ലോ ആണ്, ലോ. ഇനി ഡീപ്പ്, ആഴത്തിലുള്ളത്. അപ്പോൾ ആഴമല്ലാത്തതിന് നമ്മൾ എന്ത് പറയും? ഷാലോ എന്ന് പറയും. ഹ്യൂജ്, ഭീമാകാരം. ടൈനി, ചെറുത്. സോ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഇവിടെ നമ്പർ കൊടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ വൈഡ്, നാരോ, ഹൈ, ലോ, ഡീപ്പ്, ഷാലോ, ഹ്യൂജ്, ടൈനി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പദങ്ങൾ തന്നെയാണ് അല്ലേ? ദെൻ 84ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ സിനോണിംസ് ഓഫ് വെറ്റ്? നനഞ്ഞത് എന്നർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയുണ്ട്? ഡ്രെഞ്ച്ഡ്, മോയിസ്റ്റ്, ഡാംപ്ഡ്, സോക്ക്ഡ്. എല്ലാം നനഞ്ഞത് എന്നർത്ഥം തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. ദെൻ 85ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് മീൻസ് ദ ആക്ട് ഓർ പ്രാക്ടീസ് ഓഫ് സ്റ്റീലിംഗ് ദ തോട്ട്സ്? ആശയങ്ങൾ മോഷ്ടിക്കുക അല്ലെങ്കിൽ റൈറ്റിംഗ് ഓഫ് അതേഴ്സ്, മറ്റൊരാൾ എഴുതിയത് മോഷ്ടിച്ചു. ഗിവിംഗ് ദം ഔട്ട് ഓഫ് ആസ് ഓൺസ് വൺസ് ഓൺ, അത് നമ്മുടെ തന്നെ പേരിൽ അതിനെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ അതിനെ പ്ലാഗറിസം എന്നാണ്, ആശയ മോഷണം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഇതിനടുത്ത് വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്ന് എല്യൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? എല്യൂസീവ് എന്ന് പറഞ്ഞാൽ എവേഡിങ് എന്നാണ് കേട്ടോ. പെട്ടെന്ന് പിടികൊടുക്കാത്തത് എന്നർത്ഥമാണ്. ദെൻ ബി ഇല്യൂസീവ് എന്ന് പറഞ്ഞാൽ ഡിസെപ്റ്റീവ് എന്നാണ് കേട്ടോ. ഡിസെപ്റ്റീവ് എന്നാണ് അർത്ഥം വരുന്നത്. അഥവാ വ്യാമോഹമായ എന്നുള്ളതാണ് അർത്ഥം. ദെൻ ജുഡീഷ്യസ് എന്ന് പറഞ്ഞാൽ വൈസ്, യുക്തിപരമായ, ബുദ്ധിപരമായ. ജുഡീഷ്യൽ ലീഗൽ കേട്ടോ. എല്ലാ അർത്ഥവും അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ശരിയാക്കാൻ കഴിയുള്ളൂ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 87ാമത്തത് ഒരു സെന്റൻസ്. അടുത്തത് 87ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഓർഡർ ഡു ദ ഫോളോയിങ് വേർഡ്സ് മേക്ക് എ മീനിങ് ഫുൾ സെന്റൻസ്? താഴത്ത് നിൽക്കുന്ന സെന്റൻസിന് വാക്കുകളെ എങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് അടുക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആസ് ദ ജപ്പാനീസ് നോ അതർ പീപ്പിൾസ് ആർ സോ കോർട്ടിയസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഈ ലോകത്ത് ജപ്പാൻകാരെ പോലെ കോർട്ടിയസ് ആയിട്ടുള്ള, കടപ്പാടുള്ള വേറെ ആരും ഇല്ല എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കൊടുക്കാം? നോ അതർ പീപ്പിൾ, വേറൊരാളും ഇല്ല. ഇൻ ദ വേൾഡ്, ഈ ലോകത്തിൽ. ആർ സോ കോർട്ടിയസ്, വളരെ കടപ്പാടുള്ള. ആസ് ദ ജപ്പാനീസ്, ജപ്പാനീസുകാർക്ക് ഉള്ള അത്ര കോർട്ടിയസ് ആയിട്ടുള്ള വേറൊരാളും ഈ ലോകത്തില്ല. അപ്പോൾ 4 1 3 4 4 1 4ആണോ? 2 ഇങ്ങനെ വരേണ്ടല്ലേ? 2 യെസ് 4 3 1. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ആദ്യം വരേണ്ടത് 2 ആണ് അല്ലേ? ആദ്യം വരേണ്ടത് 2 ആണ്. പിന്നെ 4 വരണം, പിന്നെ 3 വരണം, പിന്നെ 1 വരണം. കറക്റ്റ് അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ 88ാമത്തെ ചോദ്യം, ഇതും കറക്റ്റ് ഓർഡർ ആക്കാനാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓർഡർ ഓഫ് ദ അഡ്വേർബ്സ് ഇൻ ദ ഗിവൺ ബിലോ സെന്റൻസ്? ദ വയലിനിസ്റ്റ് പ്ലേ ദ വയലിൻ. അപ്പോൾ നമ്മളിതിനെ ഓർഡർ ആക്കുമ്പോൾ ആദ്യം എങ്ങനെ പ്ലേ ചെയ്തു എന്ന് പറഞ്ഞു. വെരി സ്വീറ്റ്ലി, വളരെ മനോഹരമായിട്ട്, വളരെ മധുരമായിട്ട്. അപ്പോൾ 3, അപ്പോൾ തന്നെ ആൻസർ ആയി. ദെൻ എവിടെ വെച്ചാണ്, പിന്നെ എവിടെ വെച്ചാണെന്ന് വരണം, പിന്നെ സമയം. അപ്പോൾ ആദ്യം എങ്ങനെ, പിന്നെ എവിടെ വെച്ച്, സ്ഥലം, പിന്നെ സമയം. ആ ഒരു ഓർഡറാണ് വരേണ്ടത് കേട്ടോ. ആദ്യം ഏത് രീതിയിൽ ചെയ്തു, ഏത് പാറ്റേണിൽ, ഏത് സ്റ്റൈലിൽ ചെയ്തു, അല്ലെങ്കിൽ ഏത് മാനറിൽ ചെയ്തു. രണ്ടാമത് ഏത് സ്ഥലത്ത് ചെയ്തു.
മൂന്നാമത് എത്ര സമയം ചെയ്തു. ഇങ്ങനെയാണ് ഓർഡർ വരേണ്ടത് കേട്ടോ. ദ വയലിനിസ്റ്റ് പ്ലേഡ് ദ വയലിൻ വെരി സ്വീറ്റ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ 3 hours. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 89ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ എ നട്ട്ഷെൽ. അത് പറയേണ്ട ആവശ്യമില്ല, ഇൻ എ ബ്രീഫ് മാനർ അല്ലേ, വളരെ ചുരുങ്ങിയത്, ചുരുക്കമുള്ള രീതിയിൽ അല്ലേ, വളരെ ചുരുങ്ങിയ നിലയ്ക്ക് എന്നുള്ള ഉത്തരമാണ് വരുന്നത്. Then read the passage carefully and answer the following comprehension. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് വളരെ നന്നായിട്ട് വായിച്ച് ആൻസർ ചെയ്യാനാണ്. നമുക്കൊന്ന് നോക്കാം. വാട്ട് വി യൂഷ്വലി സ്പെസിഫൈ ആസ് ദ ഹിസ്റ്റോറിക്കൽ നോവൽ ഹവർ ബിഗാൻ ഇൻ ദ 19th century വിത്ത് സർ വാൾട്ടർ സ്കോട്ട്. സർ വാൾട്ടർ സ്കോട്ടിൽ നിന്നാണ് നമ്മൾ ചരിത്ര നോവലുകളുടെ തുടക്കത്തെ കണക്കാക്കുന്നത്. The historical novel not only takes its setting and some characters events from history, but makes the historical events and issues crucial for the central characters and narrative. അപ്പോൾ ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് മാത്രം ചരിത്രത്തിൽ നിന്നും അടർത്തിയെടുക്കുകയല്ല ചെയ്യുന്നത്, ചരിത്രത്തിലെ പല സംഭവങ്ങളെയും അടർത്തിയെടുക്കാറുണ്ട്. Some of the greatest historical novels also use the protagonist and actions to reveal what the author regard as the deep force that impel the historical process. ചിലപ്പോൾ ചരിത്ര സംഭവത്തിൽ നടന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചില ചരിത്രകാരന്മാർ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ദെൻ എക്സാമ്പിൾസ് ഓഫ് ഹിസ്റ്റോറിക്കൽ നോവൽസ് ആർ സ്കോട്ട്സ് ഇവാൻഹോ. വളരെ പ്രശസ്തമായിട്ടുള്ള ചില ഹിസ്റ്റോറിക്കൽ നോവലാണ് വാൾട്ടർ സ്കോട്ടിൻ്റെ ഇവാൻഹോ. അതേപോലെ അത് സെറ്റ് ഇൻ പീരിയഡ് ഓഫ് നോർമൻ ഡൊമിനേഷൻ ഓഫ് ദ സാക്സൺസ് അറ്റ് ദ ടൈം ഓഫ് റിച്ചാർഡ് ഒന്നാമൻ്റെ സമയത്ത് ആ സമയത്ത് ഉണ്ടായ നോർമൻ ഡൊമിനേഷനെ കുറിച്ചാണ് ആ നോവലിൽ പറയുന്നത്. ഇനി അതേപോലെ ഡിക്കൻസിൻ്റെ നോവലുണ്ട് എ ടെയിൽ ഓഫ് 2 cities. അതേപോലെ അത് പാരീസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ, പാരീസിനെയും ലണ്ടനെയും കുറിച്ച്. ഫ്രഞ്ച് വിപ്ലവകാലത്തെ പാരീസിനെയും ലണ്ടനെയും കുറിച്ചാണ് എ ടെയിൽ ഓഫ് 2 cities പറയുന്നത്. അതേപോലെ ജോർജ് എലിയറ്റിൻ്റെ റൊമോല എന്ന് പറയുന്നൊരു നോവലുണ്ട്. അത് ഇൻ ഫ്ലോറൻസ് ഡ്യൂറിങ് ദ റിനൈസൻസ്, നവോത്ഥാന കാലഘട്ടത്തിലെ ഫ്ലോറൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് ഉണ്ട്. അത് നെപ്പോളിയൻ അധിനിവേശം, റഷ്യയിലെ നെപ്പോളിയൻ അധിനിവേശത്തെക്കുറിച്ചാണ് പറയുന്നത്. ദെൻ മാർഗരറ്റ് മിച്ചലിൻ്റെ ഗോൺ വിത്ത് മൈൻഡ്, അത് ജോർജിയയിലെ സിവിൽ വാർ റീകൺസ്ട്രക്ഷൻ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഇനി ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും അല്ലേ. നെയിം ദ ഹിസ്റ്റോറിക്കൽ നോവൽ സെറ്റ് ഇൻ ദ പീരീഡ് ഓഫ് നോർമൻ ഡൊമിനേഷൻ ഓഫ് ദ സാക്സൺ. നമ്മൾ പറഞ്ഞു അത് വാൾട്ടർ സ്കോട്ടിൻ്റെതാണ് എന്ന് നമ്മൾ പറഞ്ഞു, ഇവാൻ ഹോ. ഇനി എ ടെയിൽ ഓഫ് 2 cities, അത് ഇവിടെ ഓപ്ഷൻസ് വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് അത് കിട്ടുന്നതാണ്. സോ അതിൻ്റെ ഓതർ നമുക്കറിയാം, ഡിക്കൻസ് ആണ് അല്ലേ. സോ അതിൽ പറയുന്നത് പാരീസും ലണ്ടനെ കുറിച്ചാണ്. ഇനി ഗോൺ വിത്ത് ദ വിൻഡ് എന്ന് പറയുന്നത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഇനി ഒരു ഓതറേ അവിടെ ഉള്ളൂ, മാർഗരറ്റ് മിച്ചലാണ്. ഇനി ടോൾസ്റ്റോയിൻ്റെ ഹിസ്റ്റോറിക്കൽ നോവൽ വാർ ആൻഡ് പീസ് ആണ്. വളരെ സിമ്പിളായിരുന്നു, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ. ദെൻ 91ാമത്തെ ചോദ്യം, ഇൻസേർട്ട് ദ ആർട്ടിക്കിൾസ്. ഒരു നല്ലൊരു പ്രയോഗമാണ് അല്ലേ. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ. വളരെ ചെറിയ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ അടുത്തത് പ്രിപ്പോസിഷൻ കറക്റ്റ് കൊടുക്കാനുള്ളതാണ്. പ്ലേസ് റിമൈൻഡ് ഓഫ് എന്നാണ് വരുന്നത്. എന്നെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ഓർമ്മിപ്പിക്കണം. ആരുമായിട്ടുള്ള? വിത്ത് ദ ഡോക്ടർ. ഇൻ ദ ഈവനിങ്, സമയത്തെ സൂചിപ്പിക്കാൻ ഇൻ. അപ്പോൾ ഓഫ് വിത്ത് ഇൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ദെൻ നൗൺ ക്ലോസുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാവ് എ നൗൺ ക്ലോസ്. നൗൺ ക്ലോസ് എവിടെയാണ്, ഏത് സെൻറ്റൻസിലാണുള്ളത്? അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗത്തോ ഒബ്ജക്റ്റിൻ്റെ ഭാഗത്തോ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ അത് നൗൺ ക്ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം അല്ലേ. സോ ഇവിടെ ഹി ബിലീവ്ഡ് വാട്ട് ഐ സെഡ്. അപ്പം അവൻ വിശ്വസിച്ചു. വാട്ട് ഐ സെഡ്, ഞാൻ എന്താണോ പറഞ്ഞത് അത് അവൻ വിശ്വസിച്ചു. അപ്പോൾ അത് നൗൺ ഫ്രേസ് ആണ്. ഹി റിമെമ്പേർഡ് ഹൗ ദ എസ്കേപ്ഡ് അല്ലെ, എങ്ങനെയാണ് എസ്കേപ്പ് ആയത് എന്ന് അവൻ ഓർത്തു. അപ്പോൾ അതൊക്കെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്നത് കൊണ്ട് നമുക്കതിനെ നൗൺ ഫ്രേസ് ആയിട്ട് പറയാം. ഓക്കെ അല്ലേ. സോ ബാക്കിയൊന്നും എന്തായിട്ട് വരുന്നതല്ല, നൗൺ ക്ലോസ് ആയിട്ട് വരുന്നതല്ല. ഇവിടെ അല്ലാതെ ആ മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്, വെന്നൊക്കെ വരുമ്പോൾ മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് എന്ന രീതിയിലൊക്കെ വരുന്നതാണ്. ബാക്കി നമുക്ക് ഉത്തരമായിട്ട് വരില്ല. 1, 3 മാത്രം, 1, 2 മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ അല്ലേ? ദെൻ 94-ാമത്തെ ചോദ്യം, യെസ്റ്റർഡേ ദ ഡാഷ് മൈ ഫോട്ടോഗ്രാഫ് വൈൽ ഐ ഡാഷ് ഇഫ് ഹി ഡാഷ് മീ ഏർലിയർ ഐ ഡാഷ് അനദർ ഡ്രസ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? യെസ്റ്റർഡേ ഇന്നലെ, ദ ഡാഷ് ദ എന്നല്ല ദേ എന്നാണ് വരേണ്ടത് കേട്ടോ. ദേ ടുക്ക്, ഇന്നലെ അവർ എൻ്റെ ഫോട്ടോ എടുത്തു അല്ലേ. യെസ്റ്റർഡേ ആകുമ്പോൾ പാസ്റ്റ് ആണ്, അപ്പോൾ V2 ആണ്. ടുക്ക് എവിടേക്ക് വരുന്നുണ്ട്? ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലൊന്നാണ് ഉത്തരം. വൈൽ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ കണ്ടിന്യൂസ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെയും വാസ് റീഡിങ്, ഇവിടെയും വാസ് റീഡിങ്, അപ്പോൾ രണ്ടും വരാം. ഇഫ് ഹി ഡാഷ് മീ ഏർലിയർ, അപ്പോൾ ഇഫ് ക്ലോസ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ ഇവിടെ രണ്ട് സ്ഥലത്തും ഹാഡ് പ്ലസ് V3 വരുന്നുണ്ട്, അപ്പോൾ രണ്ടും വരാം. അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ പിന്നെ വരേണ്ടത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ യെസ്റ്റർഡേ കണ്ടിട്ട് പാസ്റ്റ് ആണെന്ന് ഉറപ്പിച്ച് വെർബ് ടു കൊടുത്തു. ദെൻ വൈൽ കാണുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ്. സോ വാസ് റീഡിങ് കൊടുക്കണം. ഇഫ് വന്നപ്പോൾ ഇഫ് ക്ലോസ് ആണെന്ന് മനസ്സിലായി. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇത് രണ്ടിലൊന്നേ വരും. ഇപ്പോൾ രണ്ടിടത്തും ഹാഡ് ഇൻഫോംഡ് ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തേത് വരുമെന്ന് ഉറപ്പിച്ചാൽ മതി. ഇവിടെ ഹാഡ് ഇൻഫോംഡ് ആണെങ്കിൽ ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 ആണ്. സോ വുഡ് ഹാവ് പുട്ട് ഓൺ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ വീണ്ടും ഫ്രൈസൽ വേർബ് പുട്ട് ഓഫ്. വളരെ എളുപ്പമാണ് അല്ലേ? SCRT-യിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സാധനമാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നീക്കി വെക്കുക. പുട്ട് ഔട്ട് തീ അണയ്ക്കുക. പുട്ട് ഓൺ വസ്ത്രം ധരിക്കുക. പുട്ട് ബൈ സേവ് ചെയ്യുക. ഇതാണ് ആൻസർ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ കഴിയും അല്ലേ? ദെൻ 96-ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് സെന്റൻസസ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഇതുവരെ എല്ലായിടത്തും ഓക്കെയാണ്. അവിടെ നമുക്ക് നോക്കണ്ട, അപ്പുറം ഉള്ളത് നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ ക്യാൻ എന്ന് പറയുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇഫ് അല്ലെങ്കിൽ വെദർ കൊടുക്കാം. സോ ഇവിടെ വെദർ സ്പെല്ലിങ് തെറ്റിപ്പോയി. സോ നമുക്ക് സി എന്നുള്ളത് അപ്പം തന്നെ വെട്ടാം. പക്ഷെ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ? എന്ത് ഗതികേടാണ് നോക്കൂ അല്ലേ? അവിടെ സ്പെല്ലിങ് തെറ്റിപ്പോയി. സോ നമുക്കത് സ്പെല്ലിങ് നമുക്ക് തൽക്കാലം ഒന്ന് ഇഗ്നോർ ചെയ്തിട്ട് നോക്കാം. സത്യത്തിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ഇവിടെ ക്യാൻ യു എന്നുള്ളത് ഷീ ആയി മാറണം. ക്യാൻ കുഡ് ആകണം. ഇനി മൈ ലാപ്ടോപ്പ്, അപ്പോൾ അമ്മ എന്നോടാണ് പറഞ്ഞത്, അപ്പോൾ അത് ജെൻഡർ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് പുരുഷനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഹിസ് കൊടുക്കാം. പിന്നെ ഇവിടുത്തെ യു ആരെ സൂചിപ്പിക്കുന്നതാണ്? ഇവിടെ മൈ എന്ന് പറയുന്നത് സ്പീക്കർ മോഹനാണ് അല്ലേ? മൈ സ്പീക്കർ, അപ്പോൾ ഹിസ് കൊടുക്കാം, പുരുഷനാണ്. യു ആരോടാണ് പറയുന്നത്? മമ്മിയോടാണ് പറയുന്നത്, അപ്പോൾ സ്ത്രീയാണ്, അപ്പോൾ ഹെർ കൊടുക്കാം. സോ അങ്ങനെ ഓപ്ഷൻ സി ആണ് ആൻസർ. ബാക്കിയൊന്നും അത്ര ആക്യുറേറ്റ് ആയിട്ട് വരുന്നില്ല. ഇവിടെ ഹെർ കൊടുത്തു കഴിഞ്ഞു അല്ലേ? മൈ മാറ്റി ഹെർ കൊടുത്തു, അപ്പോൾ തെറ്റിപ്പോയി. ഇവിടെ സ്പീക്കർ ആരാണ്? മോഹനാണ്. അതുകൊണ്ട് ഹെർ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് തെറ്റാണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ ഇവിടെ ഹിമ്മും വന്നുപോയി. നമുക്ക് എന്ത് പറഞ്ഞു? ഇവിടെ ഹെറാണ് വരേണ്ടത്. അങ്ങനെ തെറ്റുകളൊക്കെ എല്ലാ ഓപ്ഷൻസിലും വന്നിട്ടുണ്ട്. സത്യത്തിൽ ആ ചോദ്യത്തിന് ശരിക്കുള്ള ആൻസർ അവിടെ ഇല്ല കേട്ടോ. ഇവിടുത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് ആൻസർ ആയിട്ട് പറയാൻ കഴിയില്ല. 7-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് കൺജങ്ഷൻ. ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് ഡാഷ് ദ ഡോക്ടർ അറൈവ്ഡ്. അപ്പോൾ ഡോക്ടർ എത്തുന്നതിന് മുന്നേ മരിച്ചു എന്നല്ലേ പറയേണ്ടത്? സോ ബിഫോർ ആണ് കൊടുക്കേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 98-ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഇൻ ദ പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്? ദ പോസ്റ്റ്മാൻ ഹാസ് അറൈവ്ഡ് ദ മണി ഓർഡേഴ്സ്, ഡെലിവേർഡ് ദ മണി ഓർഡേഴ്സ്. ഇതിനെ പാസീവ് വോയിസ് ആകുന്ന സമയത്ത് ആദ്യം ദ മണി ഓർഡേഴ്സ് പറഞ്ഞു അല്ലേ? എല്ലാത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഹാസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഹാസ് ബീൻ ആണ് വേണ്ടത്. സോ നമ്മുടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് ഹാവ് ബീൻ വേണം അല്ലേ? ഹാവ് ബീൻ എവിടെ വന്നിട്ടുണ്ട്? ഓപ്ഷൻ സിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഡെലിവേർഡിൻ്റെ V3 ബൈ ദ പോസ്റ്റ്മാൻ. അപ്പോൾ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്? ഹി സെൽഡം വിസിറ്റ്സ് ഹിസ് പാരൻസ്. അപ്പോൾ സെൻറ്റൻസിൽ വിസിറ്റ്സ് ഉണ്ട്. സോ നമുക്ക് ഡസ് വേണം അല്ലേ? വിസിറ്റ്സിനകത്ത് ഡസ് ആണ് ഉള്ളത്. നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ ഗ്രാമറൊക്കെ പറയുന്നത് കേട്ടോ. സെൽഡം നെഗറ്റീവ് വേർഡാണ്. സോ നമുക്ക് പോസിറ്റീവ് ആക്കിയാൽ മതി. ദെൻ സബ്ജക്റ്റ് ഹി, ഡസ് ഹി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ദെൻ 100-ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് ഇൻ ദ കോമ്പൗണ്ട് സെന്റൻസ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്? ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ
കോമ്പൗണ്ട് ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഹീ ഈസ് പൂവർ യെറ്റ് ഹീ ഈസ് ഹാപ്പി അല്ലേ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് എന്ന് മനസ്സിലാക്കുക. ഇൻ സ്പൈറ്റ് ഓഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ സെൻറ്റൻസ് തന്നെയാണ് അല്ലേ. ഇനി ഈവൻ തോയും തോയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്, കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. എറ്റാണ് കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ അടയാളം. 101 ചോദ്യമാണ്. ദ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് പറഞ്ഞാൽ, ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സബ്ജക്റ്റിനോടൊപ്പം ലാംഗ്വേജ് പഠിപ്പിക്കുക അല്ലെ. ഇൻറ്റിഗ്രേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് കണ്ടന്റ് ലേണിംഗ് അല്ലെ, എല്ലാ ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെടുത്തി ലാംഗ്വേജ് പഠിപ്പിക്കുക. അതേപോലെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ലേണേഴ്സിന്റെ മൊത്തത്തിലുള്ള വികാസത്തെ ലക്ഷ്യം വെക്കുക. സ്റ്റിമുലേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ്, ഒരു കുട്ടിയുടെ ഭാഷാപരമായിട്ടുള്ള എല്ലാ കഴിവുകളെയും വികസിപ്പിക്കുക. അണ്ടർസ്റ്റാൻഡിങ് ടെക്നിക്കൽ ടേംസ് റിലേറ്റഡ് ടു സബ്ജക്ട് സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്, ഓരോ സബ്ജക്റ്റിൻ്റെയും സാഹചര്യം അനുസരിച്ചുള്ള ടെക്നിക്കൽ ടേംസ് മനസ്സിലാക്കുക. ഇതെല്ലാം ലാംഗ്വേജ് അക്രോസ് കരിക്കുലം അപ്രോച്ചിൻ്റെ ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ ഫോക്കസ് ആണ്. അപ്പോൾ ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ എല്ലാ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ലാംഗ്വേജിനും ഇമ്പോർട്ടൻസ് നൽകുക. ഓക്കെ അല്ലേ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സബ് സ്കിൽ ഓഫ് സ്പീക്കിംഗ്. സ്പീക്കിങ്ങിൻ്റെ സബ് സ്കിൽ എന്താണ്? അപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ആർട്ടിക്കുലേറ്റ് സ്ട്രെസ് പാറ്റേൺസ് വിത്തിൻ വേർഡ്സ്, ഓരോ വേർഡിലെയും സ്ട്രെസ് പാറ്റേൺസ് അനുസരിച്ച് ഉച്ചരിക്കാൻ കഴിയുക. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 23 ചോദ്യം, നമുക്ക് മാക്സിമം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, അതാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളായിട്ട് ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്താൽ പോകുന്നത്. നമ്മൾ ഒരു ക്ലാസ്സിലെ മാക്സിമം ചോദ്യങ്ങൾ വേണം എന്ന ഉദ്ദേശത്തിലാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് കേട്ടോ. ദെൻ 103 ചോദ്യം, രമേശ് അച്ചീവ്മെന്റ് ഇൻ സ്റ്റഡീസ് ഡസ് നോട്ട് മാച്ച് ഹിസ് പൊട്ടൻഷ്യൽ. രമേശ് പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കുന്നത് അവൻ്റെ കഴിവിനത്ര എത്തിയിട്ടില്ല അല്ലേ. പഠിക്കാൻ കഴിവുണ്ട്, പക്ഷെ അതിനത്ര എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് പറയുന്നത് അണ്ടർ അച്ചീവർ. ഒരാൾക്ക് അയാളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു അച്ചീവ്മെന്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് പറയുന്നത് അണ്ടർ അച്ചീവർ എന്നാണ് കേട്ടോ, അണ്ടർ അച്ചീവർ എന്നാണ്. ദെൻ 104 ചോദ്യം, ദ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽ ഓഫ് സ്റ്റുഡൻസ് ക്യാൻ ബി അസസ്ഡ് ദ ബെസ്റ്റ് ബൈ. കുട്ടികളുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽ അസസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ കൊടുക്കണം അല്ലെ. മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഓർമ്മശക്തി പരിശോധിക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കില്ല് ചെക്ക് ചെയ്യണമെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുക്കണം. ദെൻ എ ലാംഗ്വേജ് ഫംഗ്ഷൻ ദാറ്റ് എയിംസ് ടു സ്റ്റാർട്ടിങ് എ കോൺവെർസേഷൻ, ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്ഷ്യം വെക്കുന്ന ലാംഗ്വേജ് ഫംഗ്ഷന് നമ്മൾ പറയുന്ന പേര് ഫാറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ലാംഗ്വേജിന് പല തരത്തിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരാൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ ലക്ഷ്യം വെക്കുന്ന ലാംഗ്വേജ് ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേര് ഫാറ്റിക് ഫംഗ്ഷൻ എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അത് കേൾക്കുക. ദെൻ 26 ചോദ്യം, സ്റ്റീഫൻ ക്രഷിൻ്റെ ഹൈപ്പോത്തസിസിൽ ആൻഡ് ഇൻഡിവിജ്വൽസ് ഇമോഷൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ദ അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് ആണ് അല്ലേ. ഒരാളുടെ ഇമോഷൻ അയാളുടെ പഠനത്തെ സ്വാധീനിക്കുന്നതിന് പറയുന്ന പേര് അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് ആണ്. ദെൻ 27 ചോദ്യം, നമ്മൾ പോയട്രി പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള മേജർ എയിം, ദ മേജർ എയിം ഓഫ് ടീച്ചിങ് പോയട്രി പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള മേജർ എയിം എന്താണെന്ന് ചോദിച്ചാൽ എൻജോയ്മെന്റ് ആൻഡ് അപ്രിസിയേഷൻ ആണ് കേട്ടോ, എൻജോയ്മെന്റ് ആൻഡ് അപ്രിസിയേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 28 ചോദ്യം, ദ ടീച്ചർ യൂസസ് ബ്ലോഗ്സ് ടു ഡെവലപ്പ് ലാംഗ്വേജ് സ്കിൽ ഓഫ് ഹർ സ്റ്റുഡൻസ്. കുട്ടികളുടെ ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ടീച്ചർ ബ്ലോഗ് യൂസ് ചെയ്തു. സോ ദ ടീച്ചർ ഈസ് എൻകോർപ്പറേറ്റിംഗ് ഡാഷ് ഈസ് ഹെർ ടീച്ചിങ്. അപ്പോൾ ടീച്ചർ അവിടെ എന്താണ് ചെയ്തത്? ടീച്ചർ ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ് അല്ലെ. ടീച്ചർ ടെക്നോളജിയെ യൂസ് ചെയ്തു, പെഡഗോജിക്കൽ കണ്ടന്റ് നോളജും യൂസ് ചെയ്തു. അപ്പോൾ ടെക്നോളജിക്കൽ പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ് എന്നാണ് അതിനെ നമ്മൾ പറയാറ്. ദെൻ 29 ചോദ്യം, which of the following advocates that language teaching should be based on whole being, emotional social needs to be engaged in learning, not just the mind. മനുഷ്യൻ്റെ മനസ്സിനെ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ വികാരം, അവൻ്റെ സാമൂഹിക ആവശ്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ആവശ്യങ്ങളെല്ലാം. അപ്പം മാനുഷിക പരിഗണന വേണമെന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ് അല്ലേ, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ 30 ചോദ്യമായി നമ്മുടെ 110 ചോദ്യം അല്ലേ. 110 ചോദ്യമാണ്, ദ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂഷൻ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള കുട്ടികളെയും നമ്മൾ ക്ലാസ്സിൽ പരിഗണിക്കുക. അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂഷനിൽ എന്ത് വരുന്നുണ്ട്?
സെലിബ്രേറ്റിംഗ് ഡിഫറൻസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി, കുട്ടികളുടെ വ്യത്യാസവും വ്യക്തി വ്യത്യാസവും അവരുടെ വ്യക്തിത്വത്തെയും പരിഗണിക്കുന്നുണ്ട്. ഫ്ലെക്സിബിൾ ലേണിംഗ് അപ്രോച്ച് ആയിരിക്കും. എല്ലാ കൾച്ചറും എല്ലാ ലാംഗ്വേജിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ലേണേഴ്സ് ഹാവ് മോർ ഇൻ കോമൺ ദാറ്റ് ദെയർ ഡിഫറൻസസ്, കുട്ടികളിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളേക്കാൾ കൂടുതൽ അവരിൽ വ്യത്യാസങ്ങളാണ്, കുട്ടികളിൽ വ്യത്യാസങ്ങൾ കൂടുതലായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ 4 ഇതിൻ്റെ സവിശേഷതയിൽപ്പെട്ടതാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ 111 ചോദ്യം, വാട്ട് ആർ ദ ലാസ്റ്റ് 6 ലൈൻസ് ഓഫ് സോണറ്റ്? സോണറ്റിൻ്റെ അവസാനത്തെ 6 വരികളെ പറയുന്നത് സെസ് ടെറ്റ് ആണ് കേട്ടോ. സെസ് ടെറ്റ് ആണ്, സെറ്റ് എന്നാണ് കേട്ടോ, സെസ് ടെറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Then Tennyson's Ulysses was published in 1842 in the 2-volume collection called യുളീസസ് ആദ്യമായിട്ട് 1842 അദ്ദേഹത്തിൻ്റെ ഒരു 2 വോള്യൂമുള്ള കളക്ഷനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് പോംസ് എന്ന് തന്നെയാണ് കേട്ടോ. ദെൻ 33 ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ടഡ് ഫോർ ഇറ്റ്സ് മെറ്റാഫിസിക്കൽ വിറ്റ്? താഴെ തന്നിരിക്കുന്നതിൽ മെറ്റാഫിസിക്കൽ വിറ്റ് കൊണ്ട് പ്രശസ്തമായിട്ടുള്ളത് ജോൺ ടണിൻ്റെ എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. ഓപ്ഷൻ സി ആണ്. ദെൻ മൈ ലാസ്റ്റ് ഡച്ചസ് ഏത് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്? പെൻറ്റാമീറ്റർ കപ്ലറ്റ്സിലാണ് അല്ലേ, പെൻറ്റാമീറ്റർ കപ്ലറ്റ്സിലാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ 35 ചോദ്യം, ദ ട്രാജഡിയൻ മെൻഷർഡ് ഇൻ ഡോവർ ബീച്ച്. ഡോവർ ബീച്ചിൽ ആരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? സോഫോക്കിൾസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോഫോക്കിൾസിനെ കുറിച്ചുള്ള ഒരു അല്യൂഷൻ അല്ലെങ്കിൽ റെഫറൻസ് ഉണ്ട്. ദെൻ ദ ചർച്ച് യാർഡ് ഇൻ ഗ്രേസ് എലിജി ഈസ് സെറ്റ് ടു ബി. തോമസ് ഗ്രേയുടെ എലിജിയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ചർച്ച് യാർഡ് സ്റ്റോക്ക് പോഗസ് ആണ് അല്ലേ. എല്ലാവർക്കും അറിയുന്നൊരു സംഗതിയാണ്, എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. ഇനി സ്കൈലാർക്കിലെ കോറസ് ഹൈമിനിൽ എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്രേസിൻ്റെ മീനിങ് വിവാഹഗാനം, വെഡ്ഡിങ് സോങ് എന്നാണ്. ഓക്കെ അല്ലേ? ദെൻ 118 ചോദ്യം, ഓൾ സോയിങ് ടെലിഫോൺ കോൺവെർസേഷൻ സാറ്ററൈസസ് ദാറ്റ് ഡാഷ് ആസ്പെക്ട് ഓഫ് റേസിസം, ഡീഹ്യൂമനൈസിങ് അല്ലേ. ഒരു വംശപരമായിട്ടുള്ള വേർതിരിവിനെ കുറിച്ചാണ് പറയുന്നത്, അത് മനുഷ്യത്വ രഹിതമാണ്. ദെൻ 119 ചോദ്യം, എമിലി ഡിക്കിൻസൺസ് പോം ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് അണ്ടർ ദ ടൈറ്റിൽ. ആദ്യം ഇതിന് കൊടുത്തിരുന്ന ടൈറ്റിൽ ദ ചാരിയോട്ട് എന്നായിരുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ അവസാനത്തെ ചോദ്യം 120 ചോദ്യം, സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡി ഈസ് പെൻഡ് ഇൻ, അത് എഴുതിയിട്ടുള്ളത് ക്വിൻറ്റൈൻസിലാണ് അല്ലേ. 5 വരികളുള്ള സ്റ്റാൻഡ്സൈസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ ഡിയേഴ്സ്, നമ്മളിന്ന് 120 ചോദ്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടല്ല നമ്മൾ പോയിട്ടുള്ളത്. പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ചെയ്യേണ്ട ഭാഗങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ചെയ്യുക. ഇനി നമ്മൾ HSC ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഇപ്രാവശ്യം ഇനി ഒരുപാട് ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് ഇനി സ്വയം പഠിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫൈനൽ ടച്ചിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിതൊരു മാരത്തോണെന്ന് അവകാശപ്പെടാത്തത്, ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഇവിടെ കൊടുത്തിട്ടില്ല, എനിക്കതിന് പരിമിതിയുണ്ടല്ലേ. അത് ഒറ്റ ഇരിപ്പിനിരുന്ന് നിങ്ങൾ ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്, സമയം എനിക്കും കുറവാണ്. സോ ഡിയേഴ്സ്, ഈ ഒരു ക്ലാസ് നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇനി ഒരു HSC ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കേണ്ടി വരരുത്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല, ഇനി അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കേണ്ടി വരരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു HSCയിൽ തന്നെ ജോലി കിട്ടട്ടെ എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.